ചാപ്റ്റർ 16 ഐ മസ്റ്റ് നോ ദ ട്രൂത്ത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്നാണ് ആ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. എ ഡാൻസ് ബൈ ആരാധന ഈസ് ദ ഇനാഗുറൽ ഐറ്റം ഓഫ് ദ ആനുവൽ ഡാൻസ് ഷോ ഓഫ് എ മ്യൂസിക് സ്കൂൾ. എന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ എന്താണ് ആരാധന എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു പ്രോഗ്രാം, ഇനാഗുറൽ ഐറ്റം എന്ന് വെച്ചാൽ ആ കുട്ടിയാണ് ആദ്യമായിട്ട് ആ ഒരു പ്രോഗ്രാമിൽ ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. ആരാധന എന്ന് പറയുന്ന കുട്ടിയാണ്. ഷീ ഈസ് എ ഗുഡ് ഡാൻസർ. ആരാധന ഈസ് എ ഗുഡ് ഡാൻസർ ആൻഡ് ഷീ ഷുഡ് ബി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. അവൾ സന്തോഷത്തിലും എക്സൈറ്റഡുമായിട്ടാണ് ഉള്ളത്. ബട്ട് ഷീ ഈസ് അപ്സെറ്റ്. അവൾക്ക് ചെറിയൊരു വിഷമമുണ്ട്. ആ ഒരു വിഷമത്തിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ റീസൺ. അപ്പോൾ ഈ ഒരു ദിവസത്തെ ഒരു സ്റ്റോറിയാണ് ഈ ചാപ്റ്ററിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സെക്ഷൻ 1 പോവാം. ഷോർട്ട്ലി ബിഫോർ ദ ആനുവൽ ഡാൻസ് ഷോ ഓഫ് ദ കമലാ ദേവി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് കമൻസ്ഡ്, ഐ സ്ലിപ്ഡ് ബാക്ക് സ്റ്റേജ് വൺസ് മോർ ആൻഡ് ഹഗ്ഡ് her. See what you have done, wailed my sister. You have crushed the flowers in my hair. She patted her hair back into the place and arranged the pleats of her Bharatanatyam dress. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ഷോർട്ട്ലി ബിഫോർ ദ ആനുവൽ ഡാൻസ്. ഈ ഡാൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഏത് സ്കൂളിലാണ് ഈ ഡാൻസ് നടക്കുന്നത്? ഷോ ഓഫ് ദ കമലാ ദേവി സ്കൂൾ. കമലാ ദേവി സ്കൂളിലാണ് ഈ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നത്. ഡാൻസ് ആൻഡ് മ്യൂസിക് കമൻസ്, ഐ സ്ലിപ്പ് ബാക്ക് സ്റ്റേജ് വൺസ് മോർ ആൻഡ് ഹഗ്ഡ് her. എന്ത് ചെയ്തു? ഈ സ്റ്റോറി പറയുന്നത് ആരാണ്? ഈ ആരാധനയുടെ സിസ്റ്ററാണ്. സിസ്റ്ററുടെ പേര് സിമി എന്നാണ്. ആ ഒരു കുട്ടിയാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ആരാധനയുടെ സിസ്റ്റർ പറയാണ്, ഞാൻ എന്ത് ചെയ്തു? ഞാൻ ബാക്ക് സ്റ്റേജിൽ പോയിട്ട് അവളെ ഒന്നും കൂടി എന്ത് ചെയ്തു? ഹഗ് ചെയ്തു. ഈ ഒരു സന്തോഷം കൊണ്ട് അവളെ ഒരു ഹഗ് ചെയ്തു, അവളെ കെട്ടിപ്പിടിച്ചു. സീ വാട്ട് യു ഹാവ് ഡൺ, വെയിൽഡ് മൈ സിസ്റ്റർ. എന്ത് ചെയ്തു? എന്നെ നീക്കിയിട്ട് അവളെന്ത് പറഞ്ഞു? നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. എന്താണ് കാരണം? യു ഹാവ് ക്രഷ്ഡ് ദ ഫ്ലവേഴ്സ് ഇൻ മൈ ഹെയർ. നീ എൻ്റെ എൻ്റെ മുടിയിലുണ്ടായിരുന്ന പൂക്കളൊക്കെ നശിപ്പിച്ചു, ക്രഷ് ചെയ്തു. ഷീ പാറ്റഡ് ഹെർ ഹെയർ ബാക്ക് ഇൻ ടു പ്ലേസ് ആൻഡ് അറേഞ്ച് ദ പ്ലീറ്റ്സ് ഓഫ് ഹെർ ഭരതനാട്യം ഡ്രസ്. അവൾ എന്ത് ചെയ്തു? അവളെ ഹെയറൊക്കെ ആ ഒരു കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അവിടെ മുടിയൊക്കെ ഒന്ന് അവൾ മുടിയിൽ കെട്ടി വെച്ചിരുന്ന ആ പൂക്കളൊക്കെ ചുളിഞ്ഞ മാതിരി, അല്ലെങ്കിൽ ആ പൂക്കളൊക്കെ ഒരുപാട് ക്രഷ് ചെയ്തു. അവർ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് പൂക്കൾ പ്ലേസ് ചെയ്ത ആ ഒരു ഡിസ്അറേഞ്ച് ചെയ്ത പോലെ ആയത്. ഒരു അറേഞ്ച്മെന്റിൽ ഉണ്ടായിരുന്നത് ഒരു ഡിസ്അറേഞ്ച്മെന്റ് രീതിയിലായി. അവൾ എന്ത് ചെയ്തു? അതൊക്കെ ശരി ചെയ്തു. ആ ഒരു പൂക്കളൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അവളുടെ ഭരതനാട്യം ഡ്രസ്സ് എന്ത് ചെയ്തു? അതൊക്കെ അവൾ ശരി ചെയ്തു. ഈ ഒരു ഹഗ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡ്രസ്സൊക്കെ ചുളിഞ്ഞ രീതിയിലായി. അതുകൊണ്ട് അതൊക്കെ അവൾ ശരി ചെയ്തു. എന്നിട്ട് യു ലുക്ക് ഗ്രേറ്റ്, ഐ ടോൾഡ് ഹർ, ഇൻഫാക്ട് യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. എന്നിട്ട് സിമി പറഞ്ഞു, ആരാധനയോട് പറഞ്ഞു, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്, നീ വളരെ സുന്ദരിയായിരിക്കുന്നു, ഈ ഒരു ഡ്രസ്സിൽ നിന്നെ കാണാൻ വളരെ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞു. മൈ സിസ്റ്റർ നോട്ട് ബിലീവ് മീ. എന്നെ എന്ത് ചെയ്തു? ആരാധന ഈ കാര്യം വിശ്വസിച്ചില്ല. ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞത് ആർക്ക് വിശ്വാസമായില്ല? ആരാധനയ്ക്ക് വിശ്വാസമായില്ല. ഷീ ടേൺ ടുവേർഡ്സ് ദ മിറർ ആൻഡ് സ്റ്റാൻഡ് അറ്റ് ഹെർസെൽഫ്. അവൾ എന്ത് ചെയ്തു? അവൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് അവളെ തന്നെ തുറിച്ചു നോക്കി. Our eyes met. You are beautiful, whispered my sister, even without the flowers, ornaments and all this. And she brushed down her silken dress. You are so. എന്ത് ചെയ്തു? ഈ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് ഇവളുടെ ആരാധനയ്ക്ക് അവളുടെ സിസ്റ്ററിനെ കാണാൻ സാധിച്ചു. അവളെന്ത് പറഞ്ഞു? നിന്നെ കാണാൻ വളരെ സുന്ദരിയായിരിക്കുന്നു, നീ നീ ഫ്ലവറും ഇല്ലാതെ, പൂക്കളൊന്നും ഇല്ലാതെ, ഓർണമെന്റ്സ് ആഭരണങ്ങളൊന്നും ഇല്ലാതെയും നിന്നെ കാണാൻ വളരെ സുന്ദരിയാണ്, നീ വളരെ മനോഹരമായിരിക്കുന്നു ഒക്കെ പറഞ്ഞു. ആൻഡ് ഷീ ബ്രഷ് ഡൗൺ ഹെർ സിൽക്കൺ ഡ്രസ്. അവൾ എന്ത് ചെയ്തു? അവളുടെ ആ ഡ്രസ്സിന് എന്ത് ചെയ്തു? ഒന്നും കൂടി ശരി ചെയ്തു. യു ആർ സോ. എന്നിട്ട് അവള് എന്തോ പറയാൻ വേണ്ടി വന്നു, പക്ഷെ അവള് ആ ഒരു വേർഡ്സ് കണ്ടിന്യൂ ചെയ്തില്ല. അപ്പോൾ സിമി പറഞ്ഞു, ഐ നോ വാട്ട് ഷി വാസ് ഗോയിങ് ടു സേ. ഫെയർ ഫെയർ. ഐ ഫെൽറ്റ് ആംഗർ റൈസ് ഇൻസൈഡ് മീ. ഫെയർ. ആസ് if that was all that mattered most. More than a good figure, a chiseled face, more than the beauty that lies within. I knew I was not as beautiful as she was, with a fine, regular features, and I was not even half as talented as her. How did it matter if she was darker than me? അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? അപ്പോൾ എന്താ ഇവിടെ
ആരാധന യു ആർ സോ എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തില്ല. അപ്പോൾ സിമി പറഞ്ഞു ഐ നോ വാട്ട് ഷി വാസ് ഗോയിങ് ടു സേ. എനിക്കറിയായിരുന്നു അവൾ എന്താ പറയാൻ പോകുന്നത്. ഫെയർ ഫെയർ ഐ ഫെൽറ്റ് ആങ്കർ റൈസ് ഇൻസൈഡ് മീ ഫെയർ ആസ് ഇഫ് ദാറ്റ് ഷി വാസ് ഓൾ ദാറ്റ് മാറ്റഡ്. എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലൊരു ദേഷ്യം വന്നു. കാരണം എന്താണ്, അവൾ സുന്ദരിയായിരുന്നാൽ പോലും അവൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മനോഹരമായിട്ടുണ്ടായിരുന്നാൽ പോലും അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നീയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയൊരു ദേഷ്യം വന്നു. കാരണം എന്താണ്, അവൾ എന്നെപ്പോലെ അല്ലായിരുന്നു. അവൾ നല്ലൊരു ഫിഗറും അതുപോലെ തന്നെ നല്ലൊരു കണ്ണും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നെക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലൊരു ആങ്കർ വന്നു, എനിക്കൊരു ദേഷ്യം വന്നു ഉള്ളിൽ. I still face more than the beauty that lies within. I know I was not as beautiful as she was. എനിക്കറിയായിരുന്നു അവൾ എന്നെക്കാളും ബ്യൂട്ടിഫുൾ ആണെന്ന്. ഞാൻ അവളെക്കാളും ബ്യൂട്ടിഫുൾ അല്ല, അവൾ എന്നെക്കാളും മനോഹരമായിരിക്കുകയാണെന്ന് എനിക്കറിയാം. വിത്ത് ഹർ ഫൈൻ റെഗുലർ ഫീച്ചേഴ്സ്, അവൾക്ക് നല്ല കണ്ണുകളും നല്ല ചുണ്ടുകളും നല്ലൊരു ഫേസും നല്ലൊരു ഫിഗറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവൾ എന്നെക്കാളും സുന്ദരിയായിരുന്നു. അതുപോലെ തന്നെ ആൻഡ് ഐ വാസ് നോട്ട് ഈവൻ ഹാഫ് ആസ് ടാലൻറ്റഡ് ആസ് ഹർ. എനിക്ക് അവളുടെ പകുതി ടാലൻറ്റ് പോലും, അവൾക്ക് കിട്ടിയ കഴിവിൽ പകുതി പോലും എനിക്ക് ഇല്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ ചെറിയൊരു ദേഷ്യം എനിക്കുണ്ടായി. ഹൗ ഡിഡ് ഇറ്റ് മാറ്റർ ഇഫ് ഷി വാസ് ഡാർക്കർ ദാൻ മീ. അതുകൊണ്ട് തന്നെ ഈ ആരാധന എന്താണ്, ഒരു അത്രക്ക് കളറൊന്നും ഇല്ലായിരുന്നു, ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഡാർക്ക് കളറായിരുന്നു അത്. പക്ഷേ അവളുടെ ആ ഒരു ഫിഗറും ഫേസൊക്കെ കാണാൻ നല്ലൊരു എന്താണ് നമ്മൾ പറയുന്നത്, നല്ലൊരു ലക്ഷണമൊത്തൊരു മുഖമായിരുന്നു ആരാധനയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അവൾ ഇച്ചിരി കളർ ഡിമ്മായിരുന്നു, ഒരു ഡാർക്ക് കളറായിരുന്നു. എൻ്റെ അത്ര കളറ് ആരാധനയ്ക്ക് ഇല്ലായിരുന്നു എന്നാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി അവൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. നല്ല ഫിഗറും നല്ല ഫേസൊക്കെ ഉണ്ടായിരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പെൺകുട്ടി ആയിരുന്നു ആരാധന. ഓക്കെ, ലുക്ക് ഐ സെഡ് യു ആർ ഗ്രേറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ, യു വിൽ പ്രൂവ് ഇറ്റ് ടുഡേ. എന്താ പറഞ്ഞു, സിമി പറഞ്ഞു ലുക്ക് ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഗ്രേറ്റ് ആണ്, നീ വളരെ നല്ലൊരു കുട്ടിയാണ്, നിനക്ക് ഒരുപാട് കഴിവുണ്ട്, നീ നല്ലൊരു സുന്ദരി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരുപാട് കഴിവുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നീ ഇന്നത് തെളിയിക്കുക തന്നെ ചെയ്യും. യു വിൽ പ്രൂവ് ഇറ്റ് ടുഡേ. എന്ന് വെച്ചാൽ നീ അത് തെളിയിക്കുക തന്നെ ചെയ്യും, നീ ഇന്ന് തെളിയിക്കും, നീ നല്ലൊരു സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയും നിൻ്റെ കഴിവ് നീ ഇന്ന് തെളിയിക്കുമെന്ന് ആര് പറഞ്ഞു? ഒരു കോൺഫിഡൻസ്, ഒരു ധൈര്യം കൊടുക്കുകയാണ് ആര്? സിമി ഒരു ധൈര്യം കൊടുക്കുകയാണ്. ആരാധന സ്മൈൽഡ് ആൻഡ് സെഡ് യു ബെറ്റർ ലീവ് നൗ സിമി, കീപ് ഫിംഗേഴ്സ് ക്രോസ്ഡ്. ആരാധന സ്മൈൽ ചെയ്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു യു ബെറ്റർ ലീവ് നൗ, നീ ഇപ്പോൾ ഇവിടെ നിന്ന് എന്താണ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ഞാൻ നല്ല പോലെ പെർഫോം ചെയ്യാൻ വേണ്ടി നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, നീ ഇപ്പോൾ ഇവിടുന്ന് പോകാൻ പറഞ്ഞു. As I turned to leave, I saw Dadima and Aunt Premila making their way through the crowd of excited girls. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിരുന്ന സമയത്ത് ആര് വന്നു അവിടെ? ദാദിമാവും ആൻഡ് പ്രമീല. ദാദിമാവും അതുപോലെ തന്നെ ആൻഡ് പ്രമീല അവരുടെ ആൻറ്റി പ്രമീലവും വന്നു. ആ ഒരു ക്രൗഡിലേക്ക് ആര് വന്നു? ആ ഒരു ഗേൾസൊക്കെ നിറഞ്ഞ ആ ഒരു ക്രൗഡിലേക്ക് ആൻഡ് പ്രമീലവും ദാദിമാവും വന്നു. ഓക്കെ, അപ്പോൾ ആൻഡ് പ്രമീല മൈ സിസ്റ്റർ റോൾഡ് അപ്പ് ഹർ ഹൈസ് ഇൻ മോക്ക് ഹൊറർ. അപ്പോൾ ആൻഡ് പ്രമീലനെ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. അവരുടെ വാക്കുകൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലായിരുന്നു. അവർ മുഖത്തടിച്ച രീതിയിലാണ് സംസാരിച്ചിരുന്നത്. അവർ അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു, ആരാധനയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഫേസ് എന്ത് ചെയ്തു, അവൾക്ക് ഒരു വിഷമം അനുഭവപ്പെട്ടു. ആൻഡ് പ്രമീലയെ കണ്ടപ്പോൾ ആരാധനയ്ക്ക് ചെറിയൊരു ബാഡ് ലക്കായിട്ട് ഫീൽ ചെയ്യുക. എന്ന് വെച്ചാൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ ബാഡ് ഒമാൻ, എന്ന് വെച്ചാൽ ഇതൊരു എന്താണ് ബാഡ് ഒമാൻ എന്ന് വെച്ചാൽ ശകുനം. ഒമാൻ എന്ന് വെച്ചാൽ ശകുനം എന്നാണ്. ഇതൊരു മോശമായ ശകുനം ആണോ എന്ന് വെച്ചാൽ ഈ ആൻഡ് പ്രമീലയെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സിമി പറഞ്ഞു ഇതൊരു മോശമായ ശകുനമല്ല, നീ കമോൺ ആരാധന, നിനക്ക് സാധിക്കും, നിന്നെക്കൊണ്ട് സാധിക്കും, നിനക്ക് നല്ല പോലെ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് ആര് കോൺഫിഡൻസ് കൊടുത്തു? സിമി കോൺഫിഡൻസ് കൊടുത്തു. നിന്നെക്കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ് സിമി ധൈര്യം കൊടുത്തു. ഞാൻ എന്ത് ചെയ്തു, അവളോട് ഐ ചക്കിൾ ഡോണ്ട് ബി മീൻ സ്മൈൽ ഭരതനാട്യം സ്റ്റൈൽ ദാറ്റ് ഷുഡ് നോട്ട് ബി ഡിഫിക്കൽട്ട് ഫോർ യു. ഞാൻ പറഞ്ഞു നിന്നെക്കൊണ്ട് സാധിക്കും, നിനക്ക് പറ്റും, നീ സ്മൈൽ ചെയ്തുകൊണ്ട് ഭരതനാട്യം സ്റ്റൈൽ നല്ല രീതിയിൽ കളിക്കുക, പെർഫോം ചെയ്യുക, നിന്നെക്കൊണ്ട് സാധിക്കും, മറ്റൊന്നും നീ കാര്യമാക്കണ്ട, അതൊരു മോശമായ ശകുനം
ശകുനമാണെന്ന് കരുതി നീ നിൻ്റെ ഒരു പെർഫോമൻസിനെ അതിനെ എഫക്റ്റ് ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ സ്മൈൽ ചെയ്തുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞ് സിമി ആർക്ക് കോൺഫിഡൻസ് കൊടുത്തു? ആരാധനയ്ക്ക് കോൺഫിഡൻസ് കൊടുത്തു. മൈ ഗ്രാൻഡ് മദർ ഹൂ സഫേർഡ് ഫ്രം rheumatism wailed towards my sister. My mother appeared from behind her and said in her ambassador voice, "Look who are here to wish you, Aradhana." She gave sister one of her best smiles. My mother looks 10 years younger when she smiles. She adjusted Aradhana's blouse and patted her on the shoulders. Grandmother has come too. He is sitting in the front row, and so has your father. How forgetful of me. She held my sister at arm's length and said gently, "We are so proud of you, Aradhana, my dear, that you have been selected to inaugurate the annual show of your school. Father and I have something very special for you on this important event. We wanted to give it to you on your 18th birthday next month, but we thought today was a more appropriate occasion. We want you to wear it today." She turned to me and said, "Run, Simi, get it from father." അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞത് മൈ ഗ്രാൻഡ് മദർ ഹൂ സഫേർഡ് ഫ്രം റുമാറ്റിസം വാഡൽഡ് ടുവേർഡ്സ് മൈ സിസ്റ്റർ എന്ന് വെച്ചാൽ എൻ്റെ മുത്തശ്ശിക്ക്, ഞങ്ങളുടെ മുത്തശ്ശിക്ക് എന്തായിരുന്നു, വാദത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് ആ ഒരു അസുഖം ഉണ്ടായിട്ട് കൂടെ എന്ത് ചെയ്തു, മുത്തശ്ശി അവിടത്തേക്ക് വന്നു. ആ ഒരു ഫംഗ്ഷൻ ഇനാഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷന് കാണാൻ വേണ്ടിയിട്ട് വന്നു. മൈ മദർ അപ്പിയർഡ് ഫ്രം ബിഹൈൻഡ് ആൻഡ് സെഡ് ഇൻ എർ അംബാസഡർ വോയിസ്, "ലുക്ക് ഹു ആർ ഹിയർ ടു വിഷ് യു." അപ്പോൾ ആരാധനയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു മുത്തശ്ശിയോടൊപ്പം. അമ്മ എന്ത് ചെയ്തു, പുറകുന്ന് വന്നിട്ട് പറഞ്ഞു, "നോക്കൂ, നിന്നെ അനുഗ്രഹിക്കാൻ ആരാണ് വന്നിരിക്കുന്നതെന്ന് നോക്കൂ" എന്ന് ആരാധനയോട് പറഞ്ഞു. വാദത്തിൻ്റെ അസുഖം ഉണ്ടായിട്ട് പോലും ആരാധനയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു. ഷി ഗേവ് സിസ്റ്റർ വൺ ഓഫ് ഹെർ ബെസ്റ്റ് സ്മൈൽസ്. അപ്പോൾ എന്താണ്, അവൾ ഒരു നല്ലൊരു സ്മൈല്, നല്ലൊരു പുഞ്ചിരി നൽകി, ഒരു നല്ലൊരു സ്മൈൽ, അവളുടെ മുഖത്ത് നല്ലൊരു സന്തോഷത്തിൻ്റെ പുഞ്ചിരി ഉണ്ടായിരുന്നു. മൈ മദർ ലുക്സ് 10 years younger when she smiles. അപ്പോൾ ആരാധനയുടെ ആ പുഞ്ചിരി കണ്ടപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു സന്തോഷം കണ്ടപ്പോൾ അമ്മയുടെ വയസ്സ് ഒരു 10 വർഷം ചെറുപ്പമായിട്ട് കാണാൻ സാധിച്ചു. ആ ഒരു അമ്മയുടെ സന്തോഷവും കാണാൻ സാധിച്ചു എന്നാണ്. ഷീ അഡ്ജസ്റ്റഡ് ആരാധനാസ് ബ്ലൗസ് ആൻഡ് പാറ്റഡ് ഹർ ഓൺ ദ ഷോൾഡേഴ്സ്. മുത്തശ്ശി എന്ത് ചെയ്തു, ആരാധനയുടെ ബ്ലൗസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പാറ്റഡ് എന്ന് വെച്ചാൽ തട്ടിക്കൊടുത്തു. ഹർ ഓൺ ദ ഷോൾഡേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ഷോൾഡേഴ്സിൽ ഇങ്ങനെ ഹഗ് ചെയ്തു. ഗ്രാൻഡ് ഫാദർ ഹാസ് കം ടു, ഹി ഈസ് സിറ്റിംഗ് ഇൻ ദ ഫ്രണ്ട് റോ. മുത്തശ്ശി പറഞ്ഞു, മുത്തശ്ശനും വന്നിട്ടുണ്ട്, മുത്തശ്ശന് ഫ്രണ്ട് റോയിൽ അവിടെ ഇരിക്കുകയാണ്, ഫ്രണ്ട് റോയിൽ തന്നെ ഇരിക്കുകയാണെന്ന്. ആൻഡ് സോ ആസ് യുവർ ഫാദർ ആൻഡ് ഹൗ ഫോർഗെറ്റ്ഫുൾ ഓഫ് മീ. അപ്പോൾ ഫാദറും കൂടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫാദറും കൂടി വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, ഷീ ഹെൽഡ് മൈ സിസ്റ്റേഴ്സ് അറ്റ് ആംസ് ലെങ്ത് ആൻഡ് സെഡ് ജെന്റ്ലി, "വി ആർ പ്രൗഡ് ഓഫ് യു, ആരാധന." എന്നിട്ട് അമ്മ എന്ത് ചെയ്തു, ഷീ ഹെൽഡ് മൈ സിസ്റ്റേഴ്സ് അറ്റ് ആംസ് ലെങ്ത്. ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലോസ് ആയിട്ട് പിടിച്ചിട്ട് എന്ത് പറഞ്ഞു, അമ്മ പറഞ്ഞു മോളോട്, "വി ആർ സോ പ്രൗഡ് ഓഫ് യു, ആരാധന. ഞങ്ങൾ നിന്നിൽ അഭിമാനം കൊള്ളുന്നു" എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നിന്നിൽ അഭിമാനമാണ്. മൈ ഡിയർ, ദാറ്റ് യു ഹാവ് ബീൻ സെലക്ടഡ് ടു ഇനാഗ്രേറ്റ് ദ ആനുവൽ ഷോ ഓഫ് യുവർ സ്കൂൾ. എന്തുകൊണ്ടാണ് സന്തോഷം, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അഭിമാനം തോന്നിയത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാനുള്ള കാരണം എന്താണ്? നിന്നെ തന്നെ ഈ ഒരു ആനുവൽ ഷോ ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്റെ ഒരു ഡാൻസ് തന്നെയാണ് ആദ്യം വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിന്നെയാണ് സെലക്ട് ചെയ്തതിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു, ഞങ്ങൾക്ക് നിന്നിലൂടെ നല്ലൊരു അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞ് അമ്മ മോളെ ക്ലോസ് ആയിട്ട് പിടിച്ചു. ഫാദർ ആൻഡ് ഐ ഹാവ് സംതിങ് വെരി സ്പെഷ്യൽ ഫോർ യു ഓൺ ദിസ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്. എന്നിട്ട് പറഞ്ഞു, എനിക്കും നിനക്ക് തരാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ആരാധനയുടെ അച്ഛനും അമ്മയും ആരാധനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സർപ്രൈസ്, ഒരു സമ്മാനം കരുതിയിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്തോ ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ഫോർ യു ഓൺ ദിസ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്. ഈ ഒരു വേളയിൽ, ഈ ഒരു
ഇന്നത്തെ ഒരു സന്തോഷത്തിൻ്റെ ഈ ഒരു ദിവസത്തിൽ ഞങ്ങളത് തരാൻ ആഗ്രഹിക്കുന്നു. വി വാണ്ടഡ് ടു ഗീവ് ഇറ്റ് ടു യു ഓൺ യുവർ 18th ബർത്ത്ഡേ നെക്സ്റ്റ് മന്ത് ബട്ട് വി തോട്ട് ടുഡേ വാസ് എ മോർ അപ്രോപ്രിയേറ്റ് ഒക്കേഷൻ. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു, ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് മന്ത് നിനക്ക് 18 ഇയേഴ്സ് ആവും, നിനക്ക് 18 വയസ്സാകുമ്പോൾ ആ ഒരു ഗിഫ്റ്റ് തരാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നു ഈ ഒരു മൊമെൻ്റാണ്, ഈ ഒരു വേളയിൽ നിനക്കത് തരുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇപ്പോൾ തരാനാണ് ഞങ്ങൾക്ക് കൂടുതലും. ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നിൻ്റെ നെക്സ്റ്റ് മന്ത് 18 ഇയർ ആകുമ്പോൾ തരാമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിൽ, ഇന്നത്തെ ഈ ഒരു ഹാപ്പിനെസ്സിൽ, ഇന്നത്തെ ഈ ഒരു സന്തോഷവേളയിൽ തരാമെന്നാണ്. വി വാണ്ട് യു ടു വിയർ ഇറ്റ് ടുഡേ. അത് നീ ഇന്ന് ധരിച്ച് കാണാനാണ്, ആ ഒരു കാര്യം ഇന്ന് ധരിച്ച് കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഞങ്ങൾ തരുന്ന സമ്മാനം നീ ഇന്ന് ധരിച്ച് ഞങ്ങൾക്ക് കാണണമെന്ന് അമ്മ പറഞ്ഞു. ഷീ ടേൺ ടു മീ ആൻഡ് സെഡ് റൺ സിമി ഗെറ്റ് ഇറ്റ് ഫ്രം ഫാദർ. അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ഈ ഒരു സ്റ്റോറി, ഒരു കഥ പറഞ്ഞിരുന്നത് സിമിയാണ്. അപ്പോൾ സിമിയുടെ സിമിയുടെ നേർക്ക് അമ്മ തിരിഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞു സിമിയോട്, ഓടു സിമി, എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് വാ എന്ന് സിമിയോട് അമ്മ പറഞ്ഞു. വാട്ട് മമ്മി, ഐ ആസ്ക്ഡ് പസിൽ. വാട്ട് ഹാവ് യു ബ്രോട്ട് ഫോർ ആരാധന? എന്താണ് അമ്മേ എന്ന് ചോദിക്കുകയാണ്. സിമി ചോദിക്കുകയാണ്, എന്താണ് അമ്മ? ഈ സിമിക്കും അറിഞ്ഞൂടാ എന്ത് ഗിഫ്റ്റാണ്, അവരെന്ത് സർപ്രൈസ് ആണ് ആരാധനയ്ക്ക് നൽകാൻ പോകുന്നതെന്ന്. ആൻഡ് അവൾക്കൊരു എന്താണെന്ന് അറിയാത്തുള്ളൊരു കൺഫ്യൂസ് ഫീൽ ചെയ്തു. വാട്ട് ഹാവ് യു ബ്രോട്ട് ഫോർ ആരാധന? നിങ്ങൾ എന്താണ് അവൾക്ക് കൊണ്ടുവന്നത്? Never mind my mother's side, I will get it myself. You help grandmother and Aunt Premila back to their seats. പ്രശ്നമില്ല. എന്ത് ചെയ്തു, അമ്മ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം, ഞാൻ തന്നെ അത് പോയി എടുത്തോളാം. നീ എന്ത് ചെയ്യണം, നീ മുത്തശ്ശിയെയും ആൻറ്റ് പ്രമീല ആൻറ്റിനെയും എന്ത് ചെയ്യണം, അവരുടെ സീറ്റിലേക്ക് അവർക്ക് ഒരു സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ അമ്മ പറഞ്ഞു ഞാൻ തന്നെ പോയത് എടുത്തു വരാമെന്ന്. മൂവ് ബാക്ക് പ്രോസ്റ്റഡ് ഗ്രാൻഡ്മ. ഐ haven't even had time to look at Aradhana properly. I have not exchanged a single word with her. Let me look at you, child. She regarded my sister tenderly. You look wonderful and what a good figure you have. Don't neglect it, dear, like I did. അപ്പോൾ എന്താണ്, എന്നിട്ട് മൂവ് ബാക്ക് പ്രൊട്ടസ്റ്റഡ് ഗ്രാൻഡ്മ എന്ത് ചെയ്തു, നീ ബാക്കിലേക്ക് പോകും. സിമിയോട് പറഞ്ഞു മൂവ് ബാക്ക് പ്രോസ്റ്റഡ് ഗ്രാൻഡ്മ. ഐ വിൽ ഹാവിൻറ്റ് ഈവൻ ഹാഡ് ടൈം ടു ലുക്ക് അറ്റ് ആരാധന പ്രോപ്പർലി. എനിക്ക് ആരാധനയെ നല്ല പോലെ നോക്കാൻ പറ്റിയിട്ടില്ല. അവൾ ഈ ഒരു ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കോസ്റ്റ്യൂമും ഈ ഒരു ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ അവളെ ശരിക്കും കണ്ടിട്ടില്ല. നീ സൈഡ് മാറിക്കേ, ഞാൻ അവളൊന്ന് കണ്ടോട്ടെ. ഐ ഹാവൻറ്റ് എക്സ്ചേഞ്ച്ഡ് എ സിംഗിൾ വേർഡ് വിത്ത് ഹർ. ഞാൻ അവളോട് ഇച്ചിരി നേരം സംസാരിച്ചോട്ടെ. ഞാൻ ഇത്ര സമയമായിട്ട് അവളോടൊരു വേർഡ്സ് എന്ന് വെച്ചാൽ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്നാണ് മുത്തശ്ശി പറയുന്നത്. ലെറ്റ് മീ ലുക്ക് അറ്റ് യു ചൈൽഡ്. എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നെ നോക്കിക്കോട്ടെ മോളെ. ഷീ റിഗാർഡഡ് മൈ സിസ്റ്റർ ടെൻഡർലി. എന്നിട്ട് അവർ എന്താണ്, ഒരു സ്നേഹപ്രകടനമാണ് ഇവിടെ പറയുന്നത്. മുത്തശ്ശി ആരാധനയെ സ്നേഹത്തോടെ എന്തറിഞ്ഞു, ഞാൻ നിന്നെ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് അവളെ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. യു ലുക്ക് വണ്ടർഫുൾ ആൻഡ് വാട്ട് എ ഗുഡ് ഫിഗർ യു ഹാവ്. ഡോണ്ട് നെഗ്ലക്റ്റ് ഇറ്റ് ഡിയർ ലൈക്ക് ഐ ഡിഡ്. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്തൊരു സുന്ദരമാണ് നീ, എന്നുവെച്ചാൽ നീ നല്ല ഭംഗിയായിട്ടുണ്ട്, നിനക്ക് നല്ല ഫിഗർ ഉണ്ട്. നീ എന്ത് ചെയ്യണം, അത് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. ആ ഒരു ഫിഗർ നീ എപ്പോഴും കീപ്പ് ചെയ്യണം. അത് നീ എന്ന് വെച്ചാൽ ആ ഒരു ഫിഗർ നഷ്ടപ്പെടുത്തരുത്. എന്താണ് മുത്തശ്ശി പറയാണ്, ഞാൻ നഷ്ടപ്പെടുത്തിയതുപോലെ നീ ആ നല്ലൊരു ഫിഗർ നഷ്ടപ്പെടുത്തരുത്. നിനക്ക് നല്ല ഫിഗർ ഉണ്ട്, ഒരു കാര്യം നീ എന്ത് ചെയ്യണം, നെഗ്ലക്റ്റ് ചെയ്യരുത് എന്ന് മുത്തശ്ശി പറയാണ്. ഞാൻ നെഗ്ലക്റ്റ് ചെയ്തതുപോലെ, ഞാൻ അതിനെ എന്താണ് നിരസിച്ചതുപോലെ നീ നിരസിക്കരുത്. ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും ആ ഒരു ഫിഗറും നിന്റെ ബ്യൂട്ടിനെസ്സും നീ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മുത്തശ്ശി പറയാണ്. നോ ആരാധന സ്മൈൽ പൊലൈറ്റ്ലി. ഇല്ല, മുത്തശ്ശിയോട് പറയാണ് ഇല്ല. എന്നിട്ട് സ്മൈൽ, നല്ലൊരു സ്മൈലോടെ കൂടി ആര് പറഞ്ഞു, ആരാധന പറഞ്ഞു ഇല്ല മുത്തശ്ശിന്ന്. യു ആർ എ റിയൽ യങ് ലേഡി, ദാറ്റ്സ് വാട്ട് യു ആർ. സൂൺ വി വിൽ ഹാവ് ടു സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ എ സൂട്ടബിൾ മാച്ച് ഫോർ യു. എന്നിട്ട് എന്തറിഞ്ഞു, മുത്തശ്ശി പറഞ്ഞു യു ആർ എ റിയൽ യങ് ലേഡി. നീ ഒരു യങ് ആയിട്ടുള്ളൊരു നല്ല ഒരു ലേഡിയാണ്, നല്ലൊരു പെൺകുട്ടിയാണ്, നല്ലൊരു യങ് ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ദാറ്റ്സ് വാട്ട് യു ആർ. അതാണ് നീ. എന്ന് വെച്ചാൽ നീ നല്ലൊരു സുന്ദരിയായൊരു പെൺകുട്ടിയാണെന്നാണ് മുത്തശ്ശി പറയുന്നത്. മുത്തശ്ശിക്ക് ആരാധനയെ പുകഴ്ത്തി
എന്താണ് മതി വരുന്നില്ല, ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആരാധന എത്രത്തോളം സ്നേഹിക്കുകയാണ് മുത്തശ്ശിക്ക് അവളുടെ ആ ഒരു ബ്യൂട്ടീനെ കുറിച്ച് പറഞ്ഞാൽ മതി വരുന്നില്ല. സൂൺ വി വിൽ ഹാവ് ടു സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ എ സൂട്ടബിൾ മാച്ച് ഫോർ യു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് പറ്റിയ ഒരു ആലോചന ഞങ്ങൾ പെട്ടെന്ന് തന്നെ നോക്കുന്നതായിരിക്കും, നിനക്ക് മാച്ച് ആയിട്ടുള്ള, നിനക്ക് യോജിച്ചൊരു പയ്യനെ ഞങ്ങൾ കണ്ടെത്തി തരുമെന്ന് മുത്തശ്ശി പറയുന്നു. ദാദിമ പ്ലീസ്, ആരാധന ത്രൂ ആൻ embarrassed glance around her. Time is flying, sighed grandma, and turning to Aunt Pramila, she asked, isn't it Pramila? It certainly is. My aunt nodded. It seems it was just yesterday when Sunita brought her home. How skinny she was, skinny and dark. ഇവിടെ എന്താണ് പറഞ്ഞത്? ദാദിമ പ്ലീസ്, ആരാധന ത്രൂ ആൻ embarrassed glance around her. എന്ന് വെച്ചാൽ ദാദിമ എന്ന് വെച്ചാൽ ഈ ഒരു എന്താണ് ദാദിമ പറഞ്ഞു, എന്താണ് നിനക്കൊരു നല്ലൊരു പയ്യനെ കണ്ടെത്തണം, എന്താണ് നിനക്ക് യോജിച്ച ഒരു പയ്യനെ കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആരാധനയ്ക്ക് ഒരു എന്താണ് നാണമൊക്കെ വന്നു. അവളെന്ത് പറഞ്ഞു, ആരാധന ദാദിമയോട് പറഞ്ഞു, ഒരു ലജ്ജയോടെ ഒരു ലജ്ജ ഉള്ളൊരു നാണത്തോടെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി. അതാണ് ആരാധന ലജ്ജകരമായ ഒരു നോട്ടം അവളുടെ മുത്തശ്ശിയുടെ നേർക്ക് നോക്കി. എന്നിട്ട് ടൈം ഈസ് ഫ്ലൈയിങ്, സൈഡ് ഗ്രാൻഡ്മ ആൻഡ് ടേണിംഗ് ടു ആൻഡ് പ്രമീല ഷി ആസ്ക്ഡ്. സമയം പറക്കുകയാണ്, ഫ്ലൈങ് എന്ന് വെച്ചാൽ സമയം പോവുകയാണെന്നാണ്. സൈഡ് ഗ്രാൻഡ്മ ആൻഡ് ടേണിംഗ് ടു ആൻഡ് പ്രമീല ഷി ആസ്ക്ഡ്. പ്രമീലയുടെ നേർക്ക്, പ്രമീല ആൻഡ് ആണ് ഈ ആരാധനയുടെ ആൻഡ്, അവരുടെ നേർക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, അല്ലയോ പ്രമീലെ, ഇസിൻറ്റ് ഇറ്റ് പ്രമീലെ, ഇറ്റ് സെർട്ടൻലി ഈസ് മൈ ആൻഡ് നോഡഡ്. അല്ലയോ, ഇവൾക്ക് ആരാധനയ്ക്ക് യോജിച്ചൊരു പയ്യനെ കണ്ടെത്തേണ്ടേ, ഇവൾക്ക് കല്യാണപ്രായമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആൻഡ് എന്ത് ചെയ്തു, താല്പര്യമില്ലാത്ത രീതിയിൽ തല ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്തു, നോഡ് ചെയ്യുന്നു വെച്ചാൽ തല ഒന്ന് ആട്ടി, അത്ര തന്നെ. It seems it was just yesterday when Sunita brought her home. How skinny she was, skinny and dark. അപ്പോൾ ഈ ആൻഡ് എന്ത് പറഞ്ഞു, ഇതെല്ലാം ഇന്നലെ നടന്നത് പോലെയുണ്ട്. സുനിത എന്ന് പറയുന്നത് ആരാധനയുടെ അമ്മയുടെ പേരാണ്. സുനിത ഒരു ആരാധനയെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് എന്തായിരുന്നു, ഹൗ സ്കിന്നി ഷി വാസ്, അവള് മെലിഞ്ഞിട്ടായിരുന്നുള്ളത്, സ്കിന്നി ആയിട്ടാണ്, മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാർക്ക്, അവളുടെ കളർ ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു. ഒരു പരിഹസിക്കുന്ന രീതിയിലാണ് ആൻഡ് പറഞ്ഞത്, ഇതെല്ലാം ഇന്നലെ നടന്നത് പോലെയുണ്ട്. അവള് ഈ ഒരു ആരാധന വീട്ടിൽ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഉള്ളത്, സ്കിന്നി ആയിട്ടും ഡാർക്ക് കളർ ആയിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ്. I gasped and stared aghast at Aunt Pramila. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് സിമിയാണ് പറയുന്നത്, ഞാൻ ചിന്തിക്കുകയാണ്, ഈ ഒരു ആൻറ്റിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഹൗ ഓൺ എർത്ത് കുഡ് ഷീ സേ സച്ച് ഹേർട്ടിങ് വേർഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ആരാധന. ഇങ്ങനെയൊരു സ്ത്രീ ഉണ്ടോ എന്നൊരു രീതിയിൽ ചിന്തിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ആരാധനയുടെ മുമ്പിൽ വെച്ച് അവളെ ഇൻസൾട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവളെ വേദനിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവളെ വേദനിപ്പിക്കാൻ സാധിക്കുന്നത് എന്ന രീതിയിൽ ചിന്തിക്കുകയാണ്. സിമി പറയാണ്, ഞാൻ ചിന്തിച്ചു, ഡിഡിൻ ഷീ നോ ഹൗ ടച്ചി ഷീ വാസ് അബൌട്ട് ഡാർക്ക് കോംപ്ലക്ഷൻ. എന്നുവെച്ചാൽ ഇവള് ആരാധന ഒരു ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ അവൾക്കൊരു ഉള്ളിലൊരു കോംപ്ലക്ഷൻ എന്ന് വെച്ചാൽ ഞാനൊരു ഡാർക്ക് ആണല്ലേ എന്നുള്ളൊരു ചിന്തയുണ്ട്. ആ ഒരു കാര്യം അവളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് അവളെ വേദനിപ്പിക്കുകയാണെങ്കിൽ എത്ര ക്രൂരതമായ ഒരു സ്ത്രീയാണ് ഇവരെന്ന് ചിന്തിച്ചു. ആൻഡ് വൈ ഡിഡ് ഷീ ഹാവ് ടു ആങ് ഓൺ ഇറ്റ് ടുഡേ ഓഫ് ഓൾ ഡേയ്സ്. എല്ലാ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താണ് ഈ സ്ത്രീക്കുള്ളത് എന്ന രീതിയിൽ ആരാണ് ചിന്തിക്കുന്നത്? സിമി പറയാണ്, ഞാൻ ചിന്തിച്ചു, എന്താണ് ഇങ്ങനെയൊരു സ്ത്രീ, ഈ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ആരാധനയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചു എന്നാണ്. ഹുഷ് പ്രമീല, മൈ ഗ്രാൻഡ് മദേഴ്സ് വോയിസ് ഹാഡ് ആൻ എഡ്ജ് നൗ, ഡു കീപ് ക്വയറ്റ്. അപ്പോൾ എന്താണ് പറയുന്നത് ഇവിടെ, മുത്തശ്ശിക്ക് ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല. മുത്തശ്ശി അവളുടെ മൈ ഗ്രാൻഡ് മദേഴ്സ് വോയിസ് ഹാഡ് ആൻ എഡ്ജ് നൗ എന്ന് വെച്ചാൽ മുത്തശ്ശിക്ക് ആ ഒരു കാര്യം പറഞ്ഞത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. മുത്തശ്ശി പറഞ്ഞു മിണ്ടാതിരിക്കാൻ, ഡു കീപ് ക്വയറ്റ്. ദെൻ സീസിങ് ആൻഡ് പ്രമീലാസ് എൽബോ ഷി പുൾഡ് ഹർ ഹെവേ. എന്നിട്ട് എന്ത് ചെയ്തു, അവളുടെ കൈ പിടിച്ച് അവളുടെ കൈ പിടിച്ച്, എന്നുവെച്ചാൽ എൽബോ എന്ന് പറയുന്നത് കൈയാണ്. മുത്തശ്ശി എന്ത് ചെയ്തു, അവളുടെ കൈ പിടിച്ച് വലിച്ചു.
എന്താണ് ഹുഷ് പ്രമീല മൈ ഗ്രാൻഡ് മദേഴ്സ് വോയിസ് ആഡ് ആൻ എഡ്ജ് നൗ. ഗ്രാൻഡ് മദർക്ക് ആ കാര്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞത്. ഡു കീപ് ക്വയറ്റ്, നീ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു മുത്തശ്ശി, മുത്തശ്ശി പ്രമീല ആൻറ്റി എന്ന് വെച്ചാൽ ഈ ഒരു ആൻറ്റിൻ്റെ കൈ മുട്ട് പിടിച്ച് എന്ത് ചെയ്തു വലിച്ചു. പ്രമീല സെൽബോ ഷിപ്പുള്ളറവ് വലിച്ചു, കൈമുട്ട് പിടിച്ച് വലിച്ചു. വിസ്പറിങ് ഫിയർസ്ലി ഓൾ ദ ടൈം എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും കഠിനമായി മന്ത്രിക്കുന്ന രീതിയിൽ. ഈ ഒരു പ്രമീലയുടെ ഒരു ക്യാരക്ടറാണ് പറയുന്നത്. എല്ലായ്പ്പോഴും കഠിനമായി ഒരു എവിടെ എന്ത് സംസാരിക്കണം എന്നൊരു രീതിയിൽ ഒരു അടിച്ചമർത്തുന്ന ഒരാളെ ദേഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ് ഈ ഒരു പ്രമീല എന്ന് പറയുന്നത്. മുത്തശ്ശിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൈ പിടിച്ച് വലിച്ച് വിസ്പറിങ് ഫിയർസ്ലി ഓൾ ടൈം, എല്ലാ സമയത്തും നീ മന്ത്രിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വലിച്ചു. ഐ ലുക്ക്ഡ് അറ്റ് ആരാധന, ദ ബ്രൂയിസ് ലുക്ക് ഇൻ ഹർ ഹൈസ് ഹേർട്ട് മീ ഇമ്മൻസ്ലി. ഞാൻ ആരാധനയുടെ നേരിലേക്ക് നോക്കി. സിമി പറയാണ്, ഞാൻ ആരാധനയുടെ മുഖത്ത് നോക്കി. ആ സമയത്ത് അവളുടെ കണ്ണ് എന്ന് വെച്ചാൽ ചതഞ്ഞ ഒരു കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞ ഒരു ഫീൽ ചെയ്തു. ആ ഒരു കാര്യം അവൾക്ക് ഫീൽ ചെയ്തു. അവളുടെ കണ്ണുകളിലൂടെ അത് കാണാൻ സാധിച്ചു. ഹേർട്ട് മീ ഇമ്മൻസ്ലി, അത് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഐ ഗ്രോപ്പ് ഫോർ ഹർ ആൻഡ് സ്ക്വീസ്ഡ് ഇറ്റ്, ഞാൻ എന്ത് ചെയ്തു അവളുടെ കൈ പിടിച്ച് ഞെക്കി. എന്ന് വെച്ചാൽ അവളുടെ കൈ പിടിച്ച് നമ്മളൊരാൾക്ക് വിഷമം വരുമ്പോൾ അവരുടെ കൈ പിടിച്ച് നമ്മളിങ്ങനെ പിടിക്കില്ല, അതാണ് പറയുന്നത്. കൈ പിടിച്ചു ഇങ്ങനെ നെക്കി. ഫോർഗെറ്റ് ഹെർ, ഷീ ഈസ് മാഡ് ആൻഡ് മീൻ ആൻഡ് മിസറബിൾ. എന്നിട്ട് എന്ത് പറഞ്ഞു, അവളെ വിട്ടേക്ക്. എന്ന് വെച്ചാൽ ആൻറ്റി പറഞ്ഞത് മൈൻഡ് ചെയ്യണ്ട, അവൾക്ക് പ്രാന്താണ്. എന്ന് വെച്ചാൽ അവൾ എല്ലാ സമയത്തും അവളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, അത് മൈൻഡ് ചെയ്യരുത്, അവൾക്ക് വട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആര് സമാധാനപ്പെടുത്തി, സിമി സമാധാനപ്പെടുത്തി. മൈ സിസ്റ്റർ ഗിവ് എ സ്മൈൽ ലാഫ് വിച്ച് സൗണ്ടഡ് മോർ ലൈക്ക് എ ക്രൈ. ഒരു ചെറിയ പുഞ്ചിരി അങ്ങനെ പറയുന്ന സമയത്ത് അവൾക്ക് വട്ടാണ്, നീ അത് കേൾക്കണ്ട എന്ന് പറയുന്ന സമയത്ത് ആരാധന പുഞ്ചിരിച്ച് ഒരു ചെറിയൊരു സ്മൈൽ ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത്. പക്ഷേ അവളുടെ ഫേസിൽ ഒരു സങ്കടം നിറഞ്ഞ ഒരു ആ ഒരു സങ്കടം, ആ ഒരു ഇൻസൾട്ട് ചെയ്തത്, ആ ഒരു വേദന കാണാൻ സാധിച്ചിരുന്നു. സ്മൈൽ ചെയ്താൽ പോലും ഉള്ളിലൊരു വേദന ഉണ്ടായിരുന്നു ആരാധനയുടെ ഫേസിൽ അത് കാണാൻ സാധിച്ചിരുന്നു. അതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. സെക്ഷന് ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ നമുക്കിനി സെക്ഷൻ 2 പോവാം. Aradhana is shocked and shattered. She asks her grandmother to tell her the truth. What is that Aradhana wants to know? Why does her grandmother not tell the truth? Why does she send for? അപ്പോൾ ആരാധന is shocked and shattered. സെക്ഷൻ 2 എന്താണ് പറയുന്നത്, ആരാധന ഈസ് ഷോക്ക്ഡ് ആൻഡ് ഷാറ്റേർഡ്. ആരാധന നെട്ടിയിരിക്കുകയാണ്, അതുപോലെ തന്നെ ഷാറ്റേർഡ് എന്ന് വെച്ചാൽ തകർന്നിരിക്കുകയാണ്. ഷി ആസ്ക്സ് ഹർ ഗ്രാൻഡ് മദർ ടു ടെൽ ഹർ ദ ട്രൂത്ത്. അവൾ മുത്തശ്ശിയോട് ചോദിക്കുക, എനിക്ക് സത്യം അറിയണം എന്ന രീതിയിൽ മുത്തശ്ശിയോട് സത്യം എന്താണെന്ന് പറയാൻ ചോദിക്കുകയാണ്. മുത്തശ്ശിയോട് എനിക്ക് സത്യം അറിയണമെന്ന്. വാട്ട് ഈസ് ദാറ്റ് ആരാധന വാണ്ട്സ് ടു നോ. അപ്പോൾ എന്തായിരിക്കും ആരാധനയ്ക്ക് അറിയാനുള്ളത്, മുത്തശ്ശിയിൽ നിന്ന് എന്തായിരിക്കും ആരാധനയ്ക്ക് അറിയാനുള്ളത്. വൈ ഡസ് ഹർ ഗ്രാൻഡ് മദർ നോട്ട് ടെൽ ദ ട്രൂത്ത്. അപ്പോൾ മുത്തശ്ശി എന്തുകൊണ്ടാണ് സത്യം വെളിപ്പെടുത്താത്തത്, സത്യം പറയാത്തത്, ആരാധനയോട് സത്യം പറയാത്തത് എന്തുകൊണ്ടാണ്. വൈ ഡസ് ഷീ സെൻഡ് ഫോർ. അപ്പോൾ എന്താണ് ഈ ഒരു സത്യാവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ആരാധനയ്ക്ക് അറിയേണ്ടത്, അതുപോലെ തന്നെ മുത്തശ്ശി എന്തുകൊണ്ടാണ് അത് ഹൈഡ് ചെയ്യുന്നത്, അത് പറയാതെ നിൽക്കുന്നത്, എന്താണ് അതിൻ്റെ കാരണം എന്നാണ് നമ്മൾ ഈ ഒരു പാരയിൽ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ. I tried to pull her away from the mirror, away from Grandma and Aunt Pramila, whose voice rose aggressively. Of course she needs to know. അപ്പോൾ എന്താണ് ഐ ട്രൈ ടു പുൾ ഹെർ എവേ. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്നത് സിമിയാണ്, ആരാധനയുടെ എങ്കർ സിസ്റ്ററാണ് സിമി. സിമി പറയാണ്, ഞാൻ അവളെ വലിച്ചു. എവിടെ നിന്ന്, ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വലിച്ചു. എവേ ഫ്രം ഗ്രാൻഡ്മ ആൻഡ് പ്രമീല, അവിടെ മുത്തശ്ശിയും ആൻഡ് പ്രമീല ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് നിന്ന് ഞാൻ അവളെ വലിച്ചുകൊണ്ട് വലിച്ചു. വൂസ് വോയിസ് റോസ് അഗ്രസീവ്ലി ഓഫ് കോഴ്സ് ഷീ നീഡ്സ് ടു. അപ്പോൾ ആ സമയത്ത് പ്രമീല ആൻറ്റി മുത്തശ്ശിയോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫ് കോഴ്സ് ഷീ നീഡ്സ് ടു നോ, അങ്ങനെയല്ല സോറി, എന്താണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഷീ നീഡ്സ് ടു നോ എന്ന് വെച്ചാൽ അവൾക്ക് അറിയണം, അവൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് ആര് പറയുന്നുണ്ടായിരുന്നു, പ്രമീല ആൻറ്റി പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശിയോട് പറയുന്നുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഷീ നീഡ്സ് ടു നോ, തീർച്ചയായും അത് അവൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. കം ആരാധന ഇഗ്നോർ ഹെർ. അപ്പോൾ സിമി പറയാണ്, സിമി ആരാധനയെ വിളിക്കുകയാണ്,
വരൂ ആരാധന, അവരെ ഇഗ്നോർ ചെയ്യുക, അവരെ കേൾക്കാൻ നിൽക്കണ്ട, അവർ പറയുന്നത് കേൾക്കാൻ നിൽക്കണ്ട, അവരെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ആരാധനയെ വിളിക്കുകയാണ്, സിമി വിളിക്കുകയാണ്. ഐ ഹാവ് ടോൾഡ് സുനിത ടൈം ആൻഡ് അഗെയിൻ മൈ ആൻഡ്സ് വോയിസ് വാസ് ലോ ബട്ട് നോട്ട് ലോ ഇനഫ് ഫോർ us ടു ക്യാച്ച് ഈച്ച് ആൻഡ് എവറി സിലബിൾ ഷീ അട്ടേർഡ്. അപ്പോൾ എന്താണ്, ഐ ഹാവ് ടോൾഡ് സുനിത ടൈം ആൻഡ് അഗെയിൻ, ഈ പ്രമീല ആൻറ്റി പറയാണ്, ഞാൻ സുനിതയോട് കൃത്യസമയത്ത് പറയുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഞാൻ എല്ലാ സമയത്തും അവളോട് ആ ഒരു സമയത്ത് പറയുന്നുണ്ടായിരുന്നു എന്താണ്, ഈ ഒരു കാര്യം പറയണമെന്ന്. ഐ ഹാവ് ടോൾഡ് സുനിത ടൈം ആൻഡ് എഗെയിൻ. ഇങ്ങനെ പറയുന്ന സമയത്ത് ഗ്രാൻഡ്മയോടാണ് പ്രമീല ആൻറ്റി പറയുന്നുള്ളത്. പക്ഷേ പതുക്കെ പറയുന്നതാണെങ്കിലും ഈ ഒരു കാര്യം പറയുന്നത് ആരാധനയ്ക്കും സിമിക്കും നല്ല പോലെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അവർ പറയുന്നത് ലോ വോയിസ്, ആൻറ്റി പറയുന്ന വോയിസ് ലോ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ആ ഓരോ വേർഡ്സും ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഐ ടോൾഡ് ഹെർ ദ അതർ ഡേ ടു. എന്നിട്ട് വീണ്ടും പറയാം, ടോൾഡ് ഹെർ, ഞാൻ വീണ്ടും ഒരു ദിവസം അവളോട് പറഞ്ഞു, ആൻ അഡോപ്റ്റഡ് ചൈൽഡ് മസ്റ്റ് നോ ദ ട്രൂത്ത്. ഞാൻ വീണ്ടും അവളോട് പറഞ്ഞു, ദത്തെടുത്ത, അഡോപ്റ്റഡ് ചൈൽഡ് എന്ന് വെച്ചാൽ ദത്തെടുത്ത കുട്ടി എന്തായാലും ആ സത്യം അറിയണമെന്ന്, ദത്തെടുത്ത കുട്ടിക്ക് അസത്യം അറിയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീ ഹാസ് ടു ടെൽ ആരാധന സൂണർ ഓർ ലേറ്റർ, ഷീ മസ്റ്റ് നോ. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു സത്യം പറയണം, അത് ആ ഒരു കുട്ടി അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അത് ഇന്നല്ലെങ്കിൽ നാളെ പറയണമെന്നാണ് ആര് പറയുന്നത്, പ്രമീല ആൻറ്റി പറയാണ്, ഞാൻ സുനിതയോട്, ആരാധനയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദത്തെടുത്ത കുട്ടി അതെന്തായാലും അറിയണം, അത് ഇന്നല്ലെങ്കിൽ നാളെ അറിയണം, അവൾക്ക് അറിയാനുള്ള എന്താണ്, അവൾ അറിഞ്ഞിരിക്കണമെന്ന് ആര് പറയുന്നുണ്ടായിരുന്നു, ആൻറ്റി. ഈ ആൻറ്റി പറയുന്നത് ആരോടാണ്, ഗ്രാൻഡ് മദറിനോടാണ്, മുത്തശ്ശിയോടാണ് പറയുന്നത്. ആ സമയത്ത് ആര് കേൾക്കുന്നുണ്ടായിരുന്നു, ആരാധനയും സിമിയും ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം, അഡോപ്റ്റഡ് ചൈൽഡ്, ആരാധന ആൻ അഡോപ്റ്റഡ് ചൈൽഡ്. ഐ സ്റ്റേഡ് അറ്റ് ഹർ, our eyes locked. I held out a hand that didn't quite reach Aradhana. Like Aunt Premila's poisoned words, my arm hung suspended in mid-air. I feel a sickening wave pull me off the ground from somewhere. From a cold of mist and fog, my grandmother's voice reached me. അപ്പോൾ എന്താണ് ഈ ഒരു പാരയിൽ പറയുന്നത്, അഡോപ്റ്റഡ് ചൈൽഡ്, ആരാധന ആൻ അഡോപ്റ്റഡ് ചൈൽഡ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്, അഡോപ്റ്റഡ് ചൈൽഡ്, ആരാധന ആൻ അഡോപ്റ്റഡ് ചൈൽഡ്. ആരാധന ദത്തുപുത്രിയാണോ ദത്ത് മകളാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഐ സ്റ്റേഡ് അറ്റ് ഹെർ, ഇത് സിമിയാണ് പറയുന്നത്, ഐ സ്റ്റേഡ് അറ്റ് ഹെർ, ഞാൻ പ്രമീല ആൻറ്റിയെ തുറിച്ചു നോക്കി. അവർ ഐസ് ലോക്ക്ഡ്, ഐ ഹെൽഡ് ഔട്ട് എ ഹാൻഡ് ദാറ്റ് ഡിഡ്ന്റ് ക്വൈറ്റ് റീച്ച് ആരാധന. ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്കത് ആ ഒരു ഷോക്ക് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്തു, ആരാധനയെ പിടിക്കാൻ വേണ്ടി ചെന്നു. ലൈക്ക് ആൻഡ് പ്രമീലാസ് പോയ്സൺ വേർഡ്സ് മൈ ഹാം ഹങ് സസ്പെൻഡഡ് ഇൻ മിഡ് എയർ. ഈ ഒരു പ്രമീല ആൻഡിൻ്റെ വേർഡ്സ് എന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്തത്, വിഷം കുത്തുന്ന രീതിയിലുള്ള വാക്കുകളായിരുന്നു പ്രമീല ആൻറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നാണ്, ആ ഒരു വേർഡ് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ആൻഡ് മൈ ഹാം ഹങ് സസ്പെൻഡഡ് ഇൻ മിഡ് എയർ എന്ന് വെച്ചാൽ വായുവിൽ നിർത്തി, എന്ന് വെച്ചാൽ എൻ്റെ ഒരു ആർമ് അവിടെ തന്നെ ഒരു സ്റ്റക്ക് രീതിയിൽ, ഒരു ഞങ്ങൾക്ക് എന്ത് ഇടി തട്ടിയ മധുരം എന്നൊക്കെ പറയുന്ന രീതിയിൽ അവിടെ തന്നെ നിന്നു. ഐ ഫീൽ എ സിക്കനിങ് വേവ് പുൾ മീ ഓഫ് ദ ഗ്രൗണ്ട് ഫ്രം സംവെയർ. എനിക്ക് വല്ലാത്തൊരു ഫീല് ഗ്രൗണ്ടിൽ നിന്നൊക്കെ എന്തോ ഒരു എന്താണ്, എന്തോ എന്നെ വലിക്കുന്നത് പോലെയുള്ളൊരു ഫീലിംഗ്. അതുപോലെ തന്നെ ഫ്രം എ കോൾഡ് ഓഫ് മിസ്റ്റ് ആൻഡ് ഫോഗ്, മൂടൽമഞ്ഞ് നിറഞ്ഞ മേഘത്തിൽ നിന്ന്, അതുപോലെയുള്ളൊരു ഫീലൊക്കെ എനിക്ക് ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. മൈ ഗ്രാൻഡ് മദേഴ്സ് വോയിസ് റീച്ച്ഡ് മീ, മുത്തശ്ശി വിളിക്കുന്നുണ്ടായിരുന്നു. ലെറ്റ് സുനിത ടെൽ ഹർ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു ബി യു. അപ്പോൾ എന്താണ്, എനിക്ക് മുത്തശ്ശി പറയുന്നത് കേൾക്കാൻ സാധിച്ചു. ലെറ്റ് സുനിത ടെൽ ഹെർ, സുനിത എന്ന് പറയുന്നത് ഇവരുടെ അമ്മയാണ്. അക്കാര്യം സുനിത പറയട്ടെ, നീ പറയേണ്ട ആവശ്യമില്ലെന്ന് ആര് പറഞ്ഞു, ഗ്രാൻഡ് മദർ, മുത്തശ്ശി ആൻഡ് പ്രമീലയോട് പറഞ്ഞു. ആൻഡ് നൗ നോട്ട് അനദർ വേർഡ് പ്രമീല, ഐ ഫോർബിഡ് യു ടു അട്ടർ അനദർ വേർഡ്. എന്ത് പറഞ്ഞു, എന്താണ്, നീ ഇനി ഒരു വാക്ക് പോലും സംസാരിക്കരുത്, നീ
മറ്റൊന്നും ഉച്ചരിക്കാൻ ഞാൻ നിന്നെ നീ ഇനി ഒരു എന്ന് വെച്ചാൽ നീ ഒരു വാക്ക് പോലും ഇനി സംസാരിക്കരുത്, നിന്നെ ഞാൻ വിലക്കുന്നു എന്ന രീതിയിൽ, മുത്തശ്ശി വിലക്കുകയാണ്, നീ ഇനി ഒരു വാക്ക് പോലും സംസാരിക്കരുത് എന്ന രീതിയിൽ ഈ കാര്യം പറയേണ്ടത് സുനിതയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇറ്റ്സ് ടു ലേറ്റ് നൗ, ഐ വാണ്ടഡ് ടു സ്ക്രീം. ഞാൻ എന്തായിരുന്നു, സിമി പറയാണ്, സമയം വൈകിപ്പോയി, നിങ്ങൾ പറഞ്ഞ കാര്യം സമയം വൈകിപ്പോയി മുത്തശ്ശി, എന്താണ് ഇറ്റ് ടു ലേറ്റ് ഐ വാണ്ടഡ് ടു സ്ക്രീം. എനിക്ക് അലറാൻ തോന്നുന്നു, ഈ ഒരു കാര്യം കേട്ടിട്ട് എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നു. ടു ലേറ്റ്, ലുക്ക് വാട്ട് യു ഹാവ് ഡൺ. നിങ്ങൾ പറഞ്ഞത് ഈ കാര്യം നേരത്തെ പറയണമായിരുന്നു. മുത്തശ്ശിയോട് പറയാണ്, ഈ കാര്യം നേരത്തെ പറയണമായിരുന്നു പ്രമീല ആൻറ്റിയോട്, ഈ കാര്യം ഇപ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന്. നിങ്ങൾ എന്ത് ചെയ്തതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ബട്ട് ഐ കുഡിൻ സ്ട്രഗിൾ ഔട്ട് ഓഫ് ദ ഫോഗ് ആൻഡ് എൻവലപ്ഡ് മീ, ഇംപ്രസൻഡ് മീ. എനിക്ക് ഈ കാര്യം അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഈ ഒരു സമയത്ത് നിങ്ങളിത് പറയാൻ പാടില്ലായിരുന്നു എന്ന രീതിയിൽ സിമി പറയാണ്. സിമി എന്നിട്ട് സിമി ആരാധനയെ വിളിക്കുകയാണ്. പക്ഷേ ആരാധന ഷീ ഡിഡിൻ ഹിയർ മീ, അവൾ എന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഷീ സ്റ്റുഡ് ഇൻ ഫ്രോസൺ ഡിസപ്പിയർ. എന്നുവെച്ചാൽ എന്താ, അവള് ഫ്രോസൺ ഡിസപ്പിയർ എന്ന് വെച്ചാൽ മരവിച്ച് നിരാശയിൽ നിൽക്കുകയാണ്. ആരാണ്? ആരാധന മരവിച്ച. ഫ്രോസൺ ഡിസപ്പിയർ എന്ന് വെച്ചാൽ മരവിച്ച് നിരാശയിൽ നിൽക്കുന്നു എന്നാണ്. സ്ക്രീമിങ് എ ഗ്രേറ്റ് സൈലന്റ് സ്ക്രീം ഫുൾ ഓഫ് പെയിൻ. അപ്പം എന്താണ്, അവള് അലറി കരയാനോ അല്ലെങ്കിൽ അവൾക്ക് അലരാനോ ഉള്ള ഒരു എന്താണ്, ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു പെയിൻ, അവൾക്ക് അതൊന്നും അത്രയ്ക്ക് താങ്ങാൻ പറ്റാത്ത ആ ഒരു എന്താണ്, ആ ഒരു ന്യൂസ് ആകെ പാടെ അവളെ ഷോക്ക് ചെയ്യിപ്പിച്ചു, അവളെ തകർത്തി. അതാണ് സ്ക്രീമിങ് എ ഗ്രേറ്റ് സൈലന്റ് സ്ക്രീം ഫുൾ ഓഫ് പെയിൻ. അവൾക്ക് ആ ഒരു പെയിന് താങ്ങാൻ സാധിച്ചില്ല. അവളൊരു വിങ്ങിക്കൊണ്ട് അവള് കരയാണ്. ആരാധന ഐ ഷൂ ഹർ ബൈ ദ ഷോൾഡേഴ്സ്. ഞാൻ അവളെ പിടിച്ച് ആരാധന എന്ന് ഒരുപാട് വിളിച്ചു. ദാദിമ ഐ ക്രൈഡ് ഹെൽപ്ലെസ്ലി കം ക്വിക്ലി. എന്നിട്ട് ആരാധന ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, ദാദിമയെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ മുത്തശ്ശിയെ വിളിച്ചു. ദാദിമ ഐ ക്രൈഡ് ഹെൽപ്ലെസ്ലി കം ക്വിക്ലി, പെട്ടെന്ന് വരൂ മുത്തശ്ശി എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. Grandmother came wobbling on heavy feet. What's the matter? She asked. What's the matter? She repeated, alarmed. Aradhana, for heaven's sake, speak up. മുത്തശ്ശി ആ ഒരു കാലം വെച്ച്, മുത്തശ്ശിക്ക് വാദത്തിൻ്റെ അസുഖം ഉണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് നടക്കാൻ സാധിക്കില്ലായിരുന്നു. മുത്തശ്ശി ആ ഒരു കാലം വെച്ച് പെട്ടെന്ന് വന്നു. എന്താ പ്രശ്നം? ഷി ആസ്ഡ് വാട്ട്സ് ദ മാറ്റർ. എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് മുത്തശ്ശി എന്ത് ചെയ്തു, മുത്തശ്ശിക്ക് എന്താണ് ആ ഒരു അലരുന്ന അല്ലെങ്കിൽ മുത്തശ്ശിയെ വിളിച്ചത്. പെട്ടെന്ന് മുത്തശ്ശിക്ക് എന്താ കാര്യം എന്നറിയാൻ മുത്തശ്ശി ഓടി വന്നു. എന്നിട്ട് ആരാധന, ഫോർ ഹെവൻസ് സേക്ക് സ്പീക്ക് അപ്പ്. ആരാധനയോട് പറഞ്ഞു. എന്താണ് ആരാധന ആകെ മുത്തശ്ശി പരിഭ്രാന്തത്തോടെ ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചത്? ആരാധനയെ പറയൂ, ആരാധന സംസാരിക്കൂ എന്ന രീതിയിൽ ആരാധനയെ വിളിച്ചു. പക്ഷെ ബട്ട് ദ സൈലന്റ് സ്ക്രീം കണ്ടിന്യൂഡ് ആൾത്തോ ഹെർ ലിപ്സ് വെയർ ക്ലോസ്ഡ്. അവള് വായ തുറക്കുന്നില്ല. എന്ന് വെച്ചാൽ അവൾ ഒരു കാര്യം പോലും സംസാരിക്കുന്നില്ല. അവള് സംസാരിക്കാതെ ആ ഒരു പെയിനിൽ നിൽക്കുകയാണ്. മൈ ഗ്രാൻഡ് മദർ ഫ്ലാപ്ഡ് അറൗണ്ട് ഹെർ. മുത്തശ്ശി എന്ത് ചെയ്തു, അവളെ തട്ടി, എന്ന് വെച്ചാൽ തടവി, ഇങ്ങനെ പതുക്കെ അവളെ തടവിക്കൊണ്ട് പറഞ്ഞു. ആൻഡ് പ്രമീല ഡിഡ് ടു. പ്രമീല ആൻറ്റിയും അതുപോലെ തന്നെ ചെയ്തു. മിസ്സസ് കൊത്താരി, ദ പ്രിൻസിപ്പൽ ആൻഡ് ദ സ്റ്റുഡൻസ് ഓഫ് ദ ഡാൻസ് സ്കൂൾ വാണ്ടഡ് ടു നോ വാട്ട് വാസ് റോങ്. അപ്പോൾ ഈ ഒരു ആരാധനയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാതെ എന്ത് ചെയ്തു, ആരാധനയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവരെന്ത് ചെയ്തു, ആരാധനയെ അപ്പോൾ ഈ പ്രിൻസിപ്പൽ മിസ്സസ് കൊത്താരി പ്രിൻസിപ്പളും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റുഡൻസ്, ആ ഡാൻസ് സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ വന്ന് എന്താണ് ആരാധനയ്ക്ക് സംഭവിച്ചതെന്ന് അറിയാൻ എല്ലാവരും അവിടേക്ക് എത്തി. With a hopeless cry, I flung my arms around Aradhana's neck and wept. It's not true, Aradhana. It is not true, I sobbed. With a hopeless cry. എന്ന് വെച്ചാൽ എനിക്ക് സങ്കടം കൊണ്ട് കരയാൻ പറ്റാത്ത ഒരു രീതിയിൽ, എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു സങ്കടം താങ്ങാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്തു, ആരാധനയെ ക്ലോസ് ആയിട്ട് പിടിച്ചിട്ട് ആരാധനയുടെ നെക്ക് പിടിച്ചിട്ട് പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ആ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആരാധന അത് സത്യമല്ല എന്ന രീതിയിൽ അവളെ സമാധാനിപ്പിച്ചു.
Aradhana freed herself from my embrace. She stared at Aunt Pramila and she asked, Dadima, it's true, is it? എന്ത് ചെയ്തു ആരാധന എന്നിൽ നിന്ന് മാറി നിന്നു എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് പറയുന്ന ഞാൻ അവളെ സമാധാനിപ്പിക്കുന്ന സമയത്ത് ആരാധന എന്ത് ചെയ്തു എന്നിൽ നിന്ന് അകന്നു നിന്നു എന്ന് വെച്ചാൽ അവൾ ആ ഒരു വിഷമത്താൽ എന്ത് ചെയ്തു സ്വയം മോചിപ്പിച്ചു. എന്തോ അവൾക്കൊരു ധൈര്യം കിട്ടിയത് പോലെ അവൾ എന്ത് ചെയ്തു ആരാധന എന്ത് ചെയ്തു പ്രമീല ആൻറ്റീനെ തുറിച്ചു നോക്കി. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിച്ചു. ആരാധന ഫ്രീഡ് ഹെർസെൽഫ് ഫ്രം മൈ എംബ്രേസ്. ഷീ സ്റ്റേഡ് അറ്റ് ആൻഡ് പ്രമീല ആൻഡ് ഷീ ആസ്ക്ഡ് ദാദിമ ഈസ് ഇറ്റ് ട്രൂ, ഈസ് ഇറ്റ്? എന്നിട്ട് ആൻഡ് പ്രമീലയെ തുറിച്ചു നോക്കിയതിന് ശേഷം മുത്തശ്ശിയോട് ചോദിച്ചു, അത് സത്യമാണോ മുത്തശ്ശി, അത് സത്യമാണോ എന്ന രീതിയിൽ. ഈസ് വാട്ട് ട്രൂ ചൈൽഡ്, മൈ ഗ്രാൻഡ് മദർ ഫാൽറ്റേർഡ്, ഹെർ ഹൈസ് ഫുൾ ഓഫ് മിസറി. ഈസ് വാട്ട് ട്രൂ, എന്താ മോളെ നീ ചോദിക്കുന്നത്, എന്താണ് സത്യം എന്നാണോ, എന്ത് സത്യമാണ് മോളെ നിനക്ക് അറിയേണ്ടത് എന്നൊരു രീതിയിൽ മുത്തശ്ശിക്ക് ആകെപ്പാട് സങ്കടമാണ് ഇപ്പോൾ ഉള്ളത്. മുത്തശ്ശിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു രീതിയിൽ ഹീസ് വാട്ട് ട്രൂ, ഏതാണ് മോളെ സത്യം എന്താണെന്നാണ് നീ ചോദിക്കുന്നത്. വാട്ട് ആൻഡ് പ്രമീല സെഡ്, ഐ വാണ്ട് ടു ഹിയർ ദ ട്രൂത്ത്. എന്താണ് ആൻഡ് പ്രമീല പറഞ്ഞത്? ആൻഡ് പ്രമീല പറഞ്ഞത് സത്യമാണോ, അതെനിക്ക് കേൾക്കണം, അതെനിക്ക് സത്യം എന്താണെന്ന് എനിക്ക് അറിയണം എന്ന രീതിയിൽ ആരാധന പറയാണ്. ഐ മസ്റ്റ് നോ ദ ട്രൂത്ത്, ഷീ സ്ക്രീംഡ്, ഐ മസ്റ്റ്, എനിക്കെന്തായാലും സത്യം അറിയണം, എനിക്കെന്തായാലും അറിഞ്ഞേ പറ്റൂ എന്ന രീതിയിൽ എന്ത് ചെയ്തു ആരാധന അലറിക്കൊണ്ട് പറയാണ്, എനിക്ക് സത്യം എന്തായാലും അറിയണം. ഓൾ റൈറ്റ് മൈ ഗ്രാൻഡ് മദർ ട്രംബിൾ, ആ ഒരു സൗണ്ട് ഉണ്ടാക്കി. ചൈൽഡ് ഡോണ്ട് ഗെറ്റ് സോ അപ്സെറ്റ്, ഡോണ്ട്, ശരി ഞാൻ പറയാം, സത്യം എന്താണെന്ന് ഞാൻ പറയാം, നീ അപ്സെറ്റ് ആവരുത്, നീ ടെൻഷൻ ആവണ്ട, നീ കൂളായി ഇരിക്കോ, സമാധാനത്തിലിരിക്കോ, സത്യം എന്താണെന്ന് ഞാൻ പറയാമെന്ന്. ദ ട്രൂത്ത്, ഗ്രാൻഡ് മദർ പറഞ്ഞു സത്യം എന്താണെന്നാൽ. ഓൾ റൈറ്റ് ടേണിംഗ് ടു മീ ഷി വിസ്പേർഡ് അർജന്റ്ലി, ഗെറ്റ് യുവർ മദർ ചൈൽഡ്, ഗെറ്റ് ഹെർ ക്വിക്ക്ലി. എന്നിട്ട് എന്ത് പറഞ്ഞു, സത്യം ഞാൻ പറയാം. എന്നിട്ട് എൻ്റെ നേർക്ക് മുത്തശ്ശി തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ പോയി എന്ത് ചെയ്തു, നീ പോയി അമ്മയെ വിളിച്ചോണ്ട് വാ, പെട്ടെന്ന് പോയി അമ്മയെ വിളിച്ചോണ്ട് വാന്ന് സിമിയോട് മുത്തശ്ശി പറഞ്ഞു. ഐ ഷോൾഡേർഡ് മൈ വേ ത്രൂ ദ ക്രൗഡ് ഓഫ് സൈലന്റ് ഓൺ ലുക്കേഴ്സ്. വെൻ ഐ റീച്ച് ദ ഡോർ ഐ ഹിയർഡ് മൈ സിസ്റ്റേഴ്സ് വോയിസ് ടോൺ വിത്ത് ഗ്രീഫ്. ലീവ് മീ അലോൺ ഓൾ ഓഫ് യു. ഹോ വൈ ഡോണ്ട് യു ലീവ് മീ അലോൺ. ഞാൻ ആ ഒരു ക്രൗഡ്, ആ ഒരു ആൾക്കൂട്ടം, ഇപ്പോൾ ഒരുപാട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, എല്ലാവരും ആരാധനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ആരാധനയാണ് ആ ഒരു പ്രോഗ്രാമിലെ ഫസ്റ്റ് പെർഫോം ചെയ്യാൻ നിൽക്കുന്നത് ആരാധനയാണ്. അപ്പോൾ ആരാധനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഞാൻ അമ്മയെ വിളിക്കാൻ ഓടിയ സമയത്ത് എനിക്ക് എന്ത് സൗണ്ട്, എൻ്റെ സിസ്റ്ററിൻ്റെ ആരാധനയുടെ ശബ്ദം എനിക്ക് കേട്ടു. എന്താണ് ആരാധന പറയുന്നുണ്ടായിരുന്നത്? ആരാധന അലറിക്കൊണ്ട് പറയാണ്, എന്നെ ഒറ്റയ്ക്ക് വിടൂ, എന്നെ തനിച്ച് വിടൂ എന്ന രീതിയിൽ, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണം, എന്നെ തനിച്ച് വിടൂ എന്ന രീതിയിൽ ആരാധന അലറുകയാണ്. ആ ഒരു ശബ്ദം സിമിക്ക് കേൾക്കാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സെക്കൻഡ് സെക്ഷനിൽ പറയുന്നത്. ആരാധനയ്ക്ക് അറിയണം അഡോപ്റ്റഡ് ചൈൽഡ് ആണോ, ദത്തുപുത്രിയാണോ എന്നുള്ളൊരു സത്യം ആർക്കറിയണം, സത്യം എന്താണെന്ന് ആരാധനയ്ക്ക് അറിയണം. അതാണ് ഈ ഒരു സെക്ഷൻ 2 പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കണ്ടിന്യൂസ് സെക്ഷൻ 3 നോക്കാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 3 പോവാം. What makes a mother love her child? Does she love her child because she gives birth to it or because she cares for it? That is, shares the child's joys and sorrows over the years. What does Aradhana's mother believe? അപ്പോൾ ഈ ഒരു സെക്ഷൻ 3 എന്താണ് പറയുന്നത്? വാട്ട് മേക്സ് എ മദർ ലവ് ഹെർ ചൈൽഡ്. ഒരു അമ്മയ്ക്ക് ഒരു കുട്ടിയെ സ്നേഹിക്കാൻ, എന്താണ് ആ ഒരു കുട്ടിയെ സ്നേഹിക്കാനുള്ള കാരണം എന്താണ്? ഡസ് ഷീ ലവ് ഹെർ ചൈൽഡ് ബിക്കോസ് ഷീ ഗീവ്സ് ബർത്ത് ടു ഇറ്റ്. ആ ഒരു കുട്ടിക്ക് ജന്മം നൽകിയത് കൊണ്ടാണ് ഒരു അമ്മ ആ കുട്ടി അത്രത്തോളം സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഷീ കെയർസ് ബിക്കോസ് ഷീ കെയർസ് ഫോർ ഇറ്റ്, അല്ലെങ്കിൽ ആ ഒരു കരുതലും ആ ഒരു കെയറിങ് ഒക്കെ നൽകുന്നത് എന്തുകൊണ്ടാണ് ഒരു അമ്മ ആ ഒരു കുട്ടിക്ക് ജന്മം നൽകിയത് കൊണ്ടാണോ? ദാറ്റ് ഈസ് ഷെയർസ് ദ ചൈൽഡ്സ് ജോയ്സ് ആൻഡ് സോറോസ് ഓവർ ദി ഇയർ. എന്നുവെച്ചാൽ കുട്ടിയുടെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ ഒരുപാട് കാലം കൂടെ നിൽക്കുന്നത് അമ്മയാണോ എന്നുവെച്ചാൽ അമ്മ എന്തുകൊണ്ടായിരിക്കാം ഒരു മകളെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ അത്രത്തോളം സ്നേഹിക്കുന്നത്? ജന്മം നൽകിയത് കൊണ്ട് മാത്രമാണോ
വാട്ട് ഡസ് ആരാധനസ് മദർ ബിലീവ്? ആരാധനയുടെ അമ്മ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു കുട്ടി അത്രത്തോളം സ്നേഹിക്കാനും അവരുടെ സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും കൂടെ നിൽക്കാൻ സാധിക്കുന്നത് ഒരമ്മയ്ക്ക് എന്തുകൊണ്ടാണ്? ആ കുട്ടിക്ക് ജന്മം നൽകിയത് കൊണ്ട് മാത്രമാണോ എന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ സെക്ഷൻ 3 എന്താ പറയുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ്, within seconds I returned with my mother to make up room. But Aradhana was not there. Where is she? Asked my mother. What happened? അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നോക്കാം. Within seconds, I returned with my mother to make up room, but Aradhana was not there. Where is she? Asked my mother. What happened? അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷൻ 2 നോക്കിയത് എന്തായിരുന്നു? ഗ്രാൻഡ് മദർ സിമിയെ എന്ത് ചെയ്തു? സിമിയെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ എന്ത് ചെയ്തു? വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ ആ ഒരു അയച്ച ആ ഒരു സെക്കൻഡിൽ തന്നെ അമ്മയോടൊപ്പം ഞാൻ എന്ന് പറയുന്നത് ഇവിടെ സിമിയാണ്. ഐ റിട്ടേൺ വിത്ത് മൈ മദർ, ഞാനും അമ്മയും മേക്കപ്പ് റൂമിലേക്ക് വന്നു. ബട്ട് ആരാധന വാസ് നോട്ട് ദർ, പക്ഷെ ആ സമയത്ത് ആരാധന ആ റൂമിൽ ഉണ്ടായിരുന്നില്ല. വേർ ഈസ് ഷീ? ആസ്ക്ഡ് മൈ മദർ, അമ്മയെ ചോദിച്ചു എന്നോട് എവിടെയാണ് ആരാധന? വാട്ട് ഹാപ്പൻ? എന്താണ് സംഭവിച്ചതെന്ന് അമ്മ ചോദിച്ചു. ആൻഡ് പ്രമീലാസ് ഐസ് വെയർ ഹാർഡ്, ഷീ ലെഫ്റ്റ് ത്രൂ ദിസ് ഡോർ. അപ്പോൾ ആൻഡ് പ്രമീലാസ് ഐസ് വെയർ ഹാർഡ് എന്ന് വെച്ചാൽ പ്രമീല ആൻറ്റി ശ്രദ്ധിച്ചിരുന്നു. പ്രമീല ആൻറ്റി ശ്രദ്ധിച്ചിരുന്നു. ഷീ ലെഫ്റ്റ് ത്രൂ ദിസ് ഡോർ സുനിത എന്ന് വെച്ചാൽ അമ്മയോട്, സുനിതയോട് പറയാണ് എന്താണ്, ആരാധന ഈ റൂമിലേക്ക് പോയി. ഷീ ലെഫ്റ്റ് ത്രൂ ദിസ് ഡോർ, എന്താ വെച്ചാൽ ഈ ഡോറിലൂടെ, ഈ വാതിലിലൂടെ അവള് പോയി എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് യുവർ ഫോൾട്ട്, യു ഷുഡ് ഹാവ് ടോൾഡ് ദാറ്റ് ചൈൽഡ് ഏർലിയർ. എന്നിട്ട് പറഞ്ഞു, സുനിതയെ കുറ്റപ്പെടുത്തുകയാണ്, അത് നിന്റെ തെറ്റാണ്, നീ ഈ കാര്യം കുട്ടിയോട് ഈ കാര്യം നേരത്തെ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. പ്രമീല സെഡ് മൈ മദർ ഇൻ എ വോയിസ് ദാറ്റ് മെയ്ഡ് മൈ ഫ്ലഷ് ക്രീപ്പ്. അപ്പോൾ എന്ത് പറഞ്ഞു? സുനിത പ്രമീലയെന്ന് വിളിച്ചു ദേഷ്യത്തിൽ. എന്നിട്ട് പറഞ്ഞു, വൈ ഡോണ്ട് യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്? നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ? ഫോർ ഹെവൻസ് സേക്ക് ഹൗ കുഡ് യു ടെൽ ഹെർ നൗ? നീ ഈ ഒരു സമയത്ത് ഇത് എങ്ങനെയാണ് നിനക്കിത് പറയാൻ സാധിച്ചത്? നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ? നീ എന്തിനാണ് ഈ കാര്യം, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പോയത്? നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചോദിച്ചു സുനിത ദേഷ്യപ്പെട്ടു. Pulling me along, she shot past and Pramila through the door and down into the backyard. എന്നെയും വലിച്ചുകൊണ്ട് അമ്മ എന്ത് ചെയ്തു? അമ്മ പ്രമീല ആൻഡ് കാണിച്ച ആ ഡോറിലൂടെ ബാക്ക്യാർഡ് എന്ന് വെച്ചാൽ പുറത്തേക്ക് വന്നു. And there we stood on the pebbled ground scanning the empty yard helplessly. എന്നിട്ട് പെപ്പിൾഡ് ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ചിറക്കല്ല, ആ ഒരു ചെറിയ കല്ലിട്ട് ആ ഒരു ഗ്രൗണ്ട്, ആ ഒരു മുറ്റത്ത് നിന്ന് സ്കാനിങ് ദ എംപ്റ്റി യാർഡ് ഹെൽപ്ലെസ്ലി, അവിടെ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. സ്കാനിങ് എന്ന് വെച്ചാൽ അവിടെയൊക്കെ ആരാധനയെ സെർച്ച് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ആരാധന ആ ഒരു ഏരിയയിൽ ഉണ്ടോ ഇല്ലയെന്ന് നോക്കിക്കൊണ്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ആരാധന ഇല്ലായിരുന്നു. ആരാധന കോൾ മൈ മദർ സോഫ്റ്റ്ലി, എന്താണ് സൗമ്യമായിട്ട്, എന്താണ് നല്ലൊരു വോയിസിൽ സൗമ്യത്തോടെ സ്നേഹത്തോടെ അമ്മ ആരാധന എന്ന് വിളിച്ചു. ദെർ വാസ് നോ ആൻസർ, പക്ഷെ അതിന് മറുപടി ഒന്നും കിട്ടിയില്ല. ആരാധന ഒന്നും അമ്മയുടെ വിളിക്ക് മറുപടി കൊടുത്തില്ല. ആരാധന ഷീ ക്രൈഡ് ബേസിക്കലി ഡു യു ഹിയർ മീ? ആരാധന എന്ന് വിളിച്ച് അമ്മ കരയാണ്. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഈ കുട്ടിയെ കാണാത്തപ്പോൾ ഉള്ള ഒരു വിഷമമാണ് ഇവിടെ പറയുന്നത്. ആരാധന എന്ന് വിളിച്ച് ആരാധന എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. ഡു യു ഹിയർ മീ? നിനക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വിളിച്ച് ആരാധന ഡാർലിംഗ് ആൻസർ മീ ദിസ് ടൈം മോർ ഡിസ്പെറേറ്റ്ലി എന്ന് വെച്ചാൽ മോളെ, ഡാർലിംഗ് സ്നേഹത്തോടെ വിളിക്കുകയാണ്. മോളെ, നീ എന്നെ കേൾക്കുന്നുണ്ടോ? നീ എവിടെയാണെന്ന രീതിയിൽ അമ്മ വിളിക്കുകയാണ്. ദ സോഫ്റ്റ് വിൻഡ് ക്യാരിഡ് ഹെർ വോയിസ് എവേ ബട്ട് ബ്രോട്ട് നോ റെസ്പോൺസ്. ഈ ഒരു അമ്മയുടെ ഒരു സ്നേഹത്തോടുള്ള വിളി എന്താണ്? കാറ്റിലൂടെ പറക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കാറ്റിലൂടെ ആ സ്നേഹം, ആ ഒരു വോയിസ്, അമ്മ വിളിക്കുന്ന ശബ്ദം കാറ്റിലൂടെ പറന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു. ആരാധന അമ്മയ്ക്ക് റെസ്പോൺസ് ഒന്നും കൊടുത്തില്ല. സെർച്ച് ഫോർ ഹർ അറ്റ് ദ ബാക്ക്, മൈ അതർ ടേൺ, ഐ വിൽ ചെക്ക് ദ കാർ ബാക്ക്. അപ്പോൾ എന്ത് ചെയ്തു? അമ്മ പറഞ്ഞു, ഞാൻ ബാക്ക് സൈഡിലോട്ട് നോക്കാം. എന്നിട്ട് മദർ ടേൺ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ കാർ പാർക്കിൽ നോക്കാം എന്ന് ആര് പറഞ്ഞു? സിമി പറഞ്ഞു.
I turned and started walking in a daze when suddenly I heard a muffled cry followed by another cry, fierce, full of hate. I knew then that my mother had found her. എന്താണ്, ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്തു, എനിക്കൊരു കരച്ചിൽ കേട്ടു. തൊട്ട് ആ ഒരു കരച്ചിലിൻ്റെ ഒന്നിച്ച് തന്നെ മറ്റൊരു കരച്ചിലും കൂടി കേട്ടു. ഫിയേഴ്സ് ഫുൾ ഓഫ് ഹെയർ. ഐ നോ ദാറ്റ് മൈ മദർ ഹാഡ് ഫൗണ്ട് ഹെർ. ആ സമയത്ത് എനിക്ക് മനസ്സിലായി അമ്മ ആരാധനയെ കണ്ടെത്തി എന്ന്, ആരാധനയ്ക്ക് അമ്മയെ കണ്ടു എന്ന്. അവർ തമ്മിൽ കണ്ടപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സങ്കടം, ആ ഒരു കരച്ചിലാണ് ഞാൻ കേട്ടത്. ദേ സ്റ്റുഡ് അണ്ടർ എ പീപ്പിൾ ട്രീ ഫേസിങ് ഈച്ച് അതർ. മൈ സിസ്റ്റർ, ടോൾ, ബ്രോഡ് ഷോൾഡർ, ഷീ was looking down at my mother. Aradhana pulled out the flowers from her hair. She cried, "You deceived me, you and Papa, all of you. I hate you. I hate all of you, everybody, everything." അവർ രണ്ടുപേരും പിപ്പിൾ ട്രീ, ആൽമരത്തിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. രണ്ടാളും ഫേസ് ടു ഫേസ്, രണ്ടാളും എന്താണ് ഫേസിങ് ഈച്ച് അതർ, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആരെ കണ്ടു? സിമി കണ്ടു. അമ്മയും ആരാധനയും ആൽമരത്തിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഫേസ് ടു ഫേസ് ആയിട്ട്. മൈ സിസ്റ്റർ, ടോൾ, ബ്രോഡ് ഷോൾഡേർഡ്. അപ്പോൾ ആരാധന ടോൾ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ടോൾ ആയിട്ട്, ഷോൾഡേർഡ്, വാസ് ലുക്കിംഗ് ഡൗൺ അറ്റ് മൈ മദർ. ടോൾ ആയിട്ടുള്ള ആരാധന എന്ത് ചെയ്തു? അമ്മയെ നോക്കുന്നുണ്ടായിരുന്നു. ആരാധന പുൾഡ് ഔട്ട് ദ ഫ്ലവേഴ്സ് ഫ്രം ഹെർ ഹെയർ. അവൾ എന്ത് ചെയ്തു? ഭരതനാട്യം കളിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തിരുന്നു? ഡ്രസ്സൊക്കെ ചെയ്ത് ഫ്ലവറൊക്കെ, പൂക്കളൊക്കെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? അവൾ വലിച്ചെറിഞ്ഞു, അതൊക്കെ വലിച്ചെറിഞ്ഞു. ഷീ ക്രൈഡ്, "യു ഡിസീവ്ഡ്." എന്നിട്ട് അവൾ കരഞ്ഞു, നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. യു ഡിസീവ്ഡ് മീ വെച്ചാൽ നിങ്ങൾ എന്നെ, യു ഡിസീവ്ഡ് മീ, വഞ്ചിക്കുകയായിരുന്നു. അമ്മയും അച്ഛനും, യു ആൻഡ് പപ്പ, അമ്മയും അച്ഛനും എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഓൾ ഓഫ് യു, നിങ്ങൾ എല്ലാവരും എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഐ ഹേറ്റ് യു, ഞാൻ നിങ്ങളെ വെറുക്കുന്നു. നിങ്ങളെല്ലാവരും ഞാൻ വെറുക്കുന്നു, എല്ലാത്തിനെയും വെറുക്കുന്നു, എനിക്ക് ആരും ഇഷ്ടമില്ല എന്ന രീതിയിൽ ആരാധന കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ്. I ran towards her. "No, Aradhana," I pleaded. "Don't say that. Please don't that." ഞാൻ ആരാധനയുടെ അടുത്തോട്ട് ഓടിച്ചെന്നു. എന്നിട്ട് ആരാധനയോട് അപേക്ഷിച്ചു, അങ്ങനെ പറയല്ല ആരാധന, അങ്ങനെ ഒരിക്കലും പറയല്ലേ എന്ന രീതിയിൽ ഞാൻ അപേക്ഷിച്ചു എന്ന് സിമി പറയാണ്. She didn't see me, nor did she hear me. Her shoulders trembled and as she turned away from both mother and me. അവൾ എന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല, ഞാൻ പറയുന്നതൊന്നും അവൾ കേട്ടില്ല. അവൾ എന്ത് ചെയ്തു? അവൾ ടേൺ ചെയ്തു, എൻ്റെയും എൻ്റെ അമ്മയുടെ, ഞങ്ങളുടെ അമ്മയുടെയും എൻ്റെ അടുത്ത് നിന്നും അവൾ മാറിപ്പോയി. ആരാധന, "My mother said quietly, we love you, my child, and believe me, we will always love you. You are our child. For almost 18 years I have cared for you. I have laughed with you and I have cried for you. I have given you 18 years of my life. Don't you think that counts more than being carried 9 months inside my womb? Tell me, dear." ആരാധന അമ്മ എന്തറിഞ്ഞു? ആരാധന എന്നുള്ള ഒരു ക്വൈറ്റ് ആയിട്ടൊരു സോഫ്റ്റ് വോയിസിൽ ഉള്ള സ്നേഹത്തോടെ ആരാധനയെ വിളിച്ചു. "വി ലവ് യു, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് മോളെ. മൈ ചൈൽഡ്, എൻ്റെ കുട്ടിയെ, നിന്നെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളെ വിശ്വസിക്കൂ, ഞങ്ങളെല്ലാവരും നിന്നെ സ്നേഹിക്കുക തന്നെ ചെയ്യും. ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് നിന്നെ വെറുക്കാൻ സാധിക്കില്ല. ഇനി അങ്ങോട്ട് നിന്നെ ഞങ്ങൾ സ്നേഹിക്കുക തന്നെ ചെയ്യും. ആൻഡ് ബിലീവ് മീ, വി വിൽ ഓൾവേസ് ലവ് യു, ഞങ്ങളെല്ലാവരും നിന്നെ സ്നേഹിക്കും. യു ആർ അവർ ചൈൽഡ്, നീ ഞങ്ങളുടെ മകളാണ്, ഞങ്ങളുടെ കുട്ടിയാണെന്ന് പറഞ്ഞു. ഫോർ ഓൾമോസ്റ്റ് 18 years I have cared for you. എന്താണ്? 18 വർഷം ഞങ്ങൾ നിന്നെ എന്ത് ചെയ്തു? നിനക്കുള്ള വാത്സല്യം, നിന്നെ കെയർ ചെയ്തു, നിന്നെ സംരക്ഷിച്ചു. എന്നുവെച്ചാൽ നിന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കി. "I have laughed with you and I have cried for you." ഞാൻ നിന്നോടൊപ്പം എന്ത് ചെയ്തു? സന്തോഷിച്ചു. ഓരോ നിമിഷത്തിലും നിന്നോടൊപ്പം പുഞ്ചിരിച്ച് സന്തോഷിച്ചു. അതുപോലെ തന്നെ നിനക്ക് വേണ്ടി കരഞ്ഞു. "I have given you 18 years of my life." എൻ്റെ എന്താണ്? 18 വർഷത്തെ ഒരു ജീവിതം നിനക്ക് ഞാൻ നൽകി എന്നാണ്. "Don't you think that counts more than being carried 9 months inside my womb? Tell me, dear." അപ്പോൾ നീ എന്താണ് ചിന്തിക്കുന്നത്? "Don't you think that counts more than being carried 9 months inside my womb? Tell me, dear." ഞാനിവിടെ പറഞ്ഞത് "For almost 18 years I have cared for you." ഞാൻ 18 വർഷക്കാലം ഞാൻ നിന്നെ എന്ത് ചെയ്തു? കെയർ ചെയ്തു. അതുപോലെ തന്നെ നിന്നോടൊപ്പം ചിരിച്ചു. അതുപോലെ തന്നെ നിനക്ക് വേണ്ടി കരഞ്ഞു. "With you and I have cried for you. I have given you 18 years of my life." 18 വർഷത്തോളം നിനക്ക് എൻ്റെ ജീവിതം ഞാൻ തന്നു, എന്ന് വെച്ചാൽ ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. "Don't you think that counts more than being carried 9 months inside my womb?" അത് 9 മാസം ഗർഭപാത്രത്തിൽ വെക്കുന്നതിനാട്ടിയും കൂടുതൽ അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് മോളെ, എന്ന് വെച്ചാൽ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്.
അത് പോരെ നിനക്ക് എന്ന രീതിയിൽ ടൽമീഡിയ അതിനാൽ എന്താണ് 9 മാസം ഗർഭപാത്രത്തിൽ വെക്കുന്നതിനാട്ടിയും കൂടുതൽ ഞാൻ നിന്നെ 18 വർഷക്കാലം സ്നേഹിച്ചിട്ടുണ്ട്, നിന്നോടൊപ്പം കരഞ്ഞിട്ടുണ്ട്, നിന്നോടൊപ്പം ചിരിച്ചിട്ടുണ്ട്, അത് നിനക്ക് പോരെ മോളെ എന്ന് ചോദിച്ചിട്ട് പറയൂ മോളെ എന്ന് ചോദിക്കുന്നു. ദർ വാസ് നോ ആൻസർ. ഒരു മറുപടിയും തിരിച്ചൊന്നും പറയാതെ ആരാധന തിരിച്ചൊന്നും പറഞ്ഞില്ല. ആരാധന ആൻഡ് ട്രീറ്റഡ് മൈ മദർ സോഫ്റ്റ്ലി. ആൻസർ മീ ഐ ഡോണ്ട് നോ. ആരാധന അമ്മ ആരാധനയെന്ന് വിളിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് ചോദിച്ചു, ആൻസർ മീ, എന്നിട്ട് പറഞ്ഞു പറ മോളെ എന്ന്. ഐ ഡോണ്ട് നോ സോൾവ് മൈ സിസ്റ്റർ. എന്ത് ചെയ്തു, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരാധന എന്ത് ചെയ്തു, സോഫ്റ്റ് എന്ന് വെച്ചാൽ വിഷമിച്ചു. She buried her face in her hands and all I could hear was the smothered echo or a baffled cry, I don't know. അവളെന്ത് ചെയ്തു, അവളെ മുഖം പൊത്തിയിട്ട് കരയാണ്. അവൾ കരയാണ്. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കരയാണ്. എന്താണ്, ആ ഒരു കരച്ചിലിൻ്റെ എക്കോ മാത്രമാണ് കേൾക്കാൻ സാധിച്ചത്. ബട്ട് ഐ നോ സെഡ് മൈ മദർ ക്വയറ്റ്ലി ആൻഡ് പപ്പ ആൻഡ് സിമി നോ, ഐ നോഡഡ് വിഗോറസ്ലി. പക്ഷേ ഞങ്ങൾക്കറിയാം, എനിക്കറിയാം, അതുപോലെ തന്നെ പപ്പക്കറിയാം, അച്ഛനറിയാം, അതുപോലെ തന്നെ സിമിക്കും അറിയാം എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ പറയുന്ന സമയത്ത് ജസ്റ്റ് തലയൊന്ന് ആട്ടിയെന്ന് സിമി അറിയാണ്. Look darling, look at this necklace. Papa and I bought it for you. We want you to wear it today. This is just one way of telling you how much we love you, how much we care. നോക്കൂ മോളെ, ഇത് ഞങ്ങൾ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അവരൊരു സർപ്രൈസ്, ഒരു ഗിഫ്റ്റ് കൊടുക്കാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. ആ ഒരു ഗിഫ്റ്റ് അവളുടെ 18 വയസ്സ് നെക്സ്റ്റ് മന്ത് അവളുടെ 18th ബർത്ത്ഡേൻ്റെ അന്ന് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ, ഈ ഒരു ഡാൻസ് ചെയ്യുന്ന ഈ ഒരു മൊമെൻറ്റിൽ അവൾ ധരിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഗിഫ്റ്റ് എന്തായിരുന്നു, നെക്ലേസ് ആയിരുന്നു, ഒരു മാലയായിരുന്നു. പപ്പയും ഞാനും നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇത് നീ ഇന്ന് ധരിച്ച് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത്. ഞങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ ഒരു വഴി അല്ലെങ്കിൽ ഒരു തെളിവ് ഇത് തന്നെയാണ്. ഞങ്ങൾ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം. നിന്നെ ഒരുപാട് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിന്നെ ഞങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് എന്ന് അമ്മ പറയാണ്. മൈ സിസ്റ്റർ ടേൺഡ് ആൻഡ് ഫിക്സ്ഡ് എ ഗേസ് ഓൺ ദ സ്മോൾ ബോക്സ് ഇൻ മൈ മദേഴ്സ് എക്സ്റ്റെൻഡഡ് ഹാൻഡ്. എന്ത് ചെയ്തു, ആരാധന ജസ്റ്റ് ടേൺ ചെയ്തിട്ട് അതിലോട്ടൊന്ന് ഗേസ് എന്ന് വെച്ചാൽ ആ ബോക്സിലോട്ടൊന്ന് നോക്കി. ഷീഡിൻ മൂവ്, അവിടെ നിന്ന് എന്ത് ചെയ്തു, മൂവ് ചെയ്തില്ല, അവിടെ തന്നെ നിന്നു. മൈ മദർ ടുക്ക് ഔട്ട് ദ ഡെലിക്കേറ്റ് നെക്ലേസ് ഫ്രം ദ ബോക്സ് ആൻഡ് പ്രസ്ഡ് ഇറ്റ് ഇൻ ടു സിസ്റ്റേഴ്സ് ഹാൻഡ്. എൻ്റെ അമ്മ എന്ത് ചെയ്തു, ആ ഒരു നെക്ലേസ് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായ ആ ഒരു മാല നെക്ലേസ് എന്ത് ചെയ്തു, എടുത്തിട്ട് അവളുടെ കയ്യിൽ വെച്ചെടുത്തു. ഡോണ്ട് യു ഫീൽ മൈ ലവ് ഫോർ യു ആരാധന, കാണ്ട് യു ഫീൽ ഇറ്റ്. എൻ്റെ സ്നേഹം നിനക്ക് മനസ്സിലാവുന്നില്ലേ മോളെ, നിനക്കത് എന്താണ്, നീ കാണുന്നില്ല മോളെ, നീ അത് ആ ഒരു സ്നേഹം മനസ്സിലാക്കുന്നില്ലേ മോളെ എന്ന് അമ്മ ചോദിക്കുകയാണ്. മൈ സിസ്റ്റർ വിംബേർഡ് പിറ്റിഫുള്ളി എന്ന് വെച്ചാൽ എന്താണ്, ദയനീയമായി മന്ത്രിച്ചു എന്ന് ജസ്റ്റ് അവളെന്തോ പറഞ്ഞു, അത് ക്ലിയർ ആയിരുന്നില്ല. ദയനീയമായ ഒരു സങ്കടത്തോടെ അവൾ എന്തോ ഒന്ന് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ആസ്ക് യുവർ സെൽഫ് സെഡ് മൈ മദർ, ആൻഡ് ഇഫ് യു ആർ ദ ഡോട്ടർ ഐ നോ, ദ ഡോട്ടർ ഐ ലവ്, യു വിൽ കം ബാക്ക് ഇൻ ടു ദ ഹാൾ ആൻഡ് ഗെറ്റ് onto that stage and dance, because she asserted firmly. Nothing has changed today, nothing at all. Mother held her for a minute and then turned and left. അപ്പോൾ എന്താണ്, അമ്മ പറഞ്ഞു, നീ നിന്നോട് തന്നെ ചോദിക്കുക എന്ന രീതിയിൽ. എന്ന് വെച്ചാൽ നിനക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, നീ ഞങ്ങളുടെ മകളാണെങ്കിൽ നീ എന്ത് ചെയ്യണം, ആൻഡ് ഇഫ് യു ആർ ഡോട്ടർ ഐ നോ, ഞാൻ മനസ്സിലാക്കിയ മകളാണെങ്കിൽ, ഞങ്ങൾ സ്നേഹിച്ച ദ ഡോട്ടർ ഐ ലവ്, ഞങ്ങൾ സ്നേഹിക്കുന്ന മകളാണെങ്കിൽ നീ തീർച്ചയായും എന്ത് ചെയ്യും, തീർച്ചയായും ഹാളിൽ വന്നിട്ട് സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യും. എന്താണ്, ബിക്കോസ് കാരണം എന്താണ്, അമ്മ ഉറച്ചു. ഷീ അസേർട്ടഡ് ഫേംലി എന്ന് വെച്ചാൽ ഉറച്ച് പറഞ്ഞു. നത്തിങ് ഹാസ് ചേഞ്ച് ടുഡേ, ഒന്നും മാറിയിട്ടില്ല. നീ ഈ ഒരു സത്യാവസ്ഥ അറിഞ്ഞത് കൊണ്ട് ഒന്നും ചേഞ്ച് ആയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. നത്തിങ് അറ്റ് ഓൾ, ഇനി മാറാനും പോകുന്നില്ല, ഒന്നും ചേഞ്ച് ആയിട്ടില്ല, എല്ലാം അതുപോലെ തന്നെയുണ്ട്. ഞങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം നിന്നോടൊപ്പം ഉണ്ടെന്ന് അമ്മ പറയാണ്. മദർ ഹെൽഡ് ഹെർ ഫോർ എ മിനിറ്റ് ആൻഡ് ദെൻ ടേൺഡ് ആൻഡ് ലെഫ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ കാര്യം പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു, അവിടെ നിന്ന് പോയി. ആ സമയത്ത് എന്ത് പറഞ്ഞു,
മമ്മി ഐ ക്രൈഡ് യു കാൺ ലീവ് ഹർ ഹെലോൺ ഹെൽപ്പ് ഹർ പ്ലീസ്. ഞാൻ പറഞ്ഞു, സിമി പറയാണ്, അമ്മയെന്ന് വിളിച്ച് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവളെ തനിച്ചാക്കല്ലേ അമ്മ, അവളെ സഹായിക്കേ അമ്മയെന്ന് പറഞ്ഞ്. ആര് കരഞ്ഞു? സിമി കരഞ്ഞു. മദർ didn't look at me as she answered in a dead voice, I can't help her more than I have, Simi. Nobody can. She has her to herself see the truth, and the sooner she does it, the better it is. She fell silent, but from the way she held up her head, I know she was crying. അപ്പോൾ എന്താണ്, സിമി പറയാണ്, അമ്മ അവളെ തനിച്ചാക്കല്ലേ, അവളെ സഹായിക്കുന്ന രീതിയിൽ. അപ്പം അമ്മ പറയാണ്, അമ്മ എൻ്റെ മുഖത്ത് നോക്കാതെ പറയാണ്, അമ്മയ്ക്ക് വളരെ സങ്കടമുണ്ട്, പക്ഷെ അമ്മ അത് പുറത്ത് കാണിക്കില്ല. എന്നിട്ട് അമ്മ പറഞ്ഞു, എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ അവളെ സഹായിക്കാൻ പറ്റില്ല സിമി, ആർക്കും പറ്റില്ല. അവൾ സത്യാവസ്ഥ എന്നായാലും അവൾ ഈ ഒരു കാര്യം അറിയേണ്ടതാണ്. എത്ര പെട്ടെന്ന് അറിഞ്ഞോ അത്രയും നല്ലതാണ്. അതുകൊണ്ട് തന്നെ അവൾ അറിഞ്ഞാൽ നല്ലതാണെന്ന രീതിയിൽ, എന്ന് വെച്ചാൽ ഈ സത്യം എപ്പോഴായാലും അവൾ അറിയേണ്ടതാണ്, പെട്ടെന്ന് അറിഞ്ഞാൽ അത്രയും നല്ലതാണെന്നാണ് അമ്മ പറയുന്നത്. ഷീ ഫെൽ സൈലന്റ്. അപ്പോൾ എന്ത് ചെയ്തു? ആരാധന സൈലന്റ് ആയിട്ട് നിന്നു, ഒന്നും സംസാരിക്കാതെ. ബട്ട് ഫ്രം ദ വേ ഷീ ഹെൽഡ് അപ്പ് ഹെഡ് ഐ നോ ഷീ വാസ് ക്രൈം. അവൾ വരുന്ന സമയത്ത് എന്ത് ചെയ്തു? അവളുടെ തല താഴ്ത്തിയിട്ട് നിന്നിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ കരയാണെന്ന്, ആരാധന കരയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സെക്ഷൻ 3 എന്താണ്, അമ്മ മകളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് ഈ ഒരു സെക്ഷൻ 3 പറഞ്ഞത്. അപ്പോൾ നമുക്ക് സെക്ഷൻ 4 പോകാം. ഇതിലെന്താണ് പറയുന്നത് നോക്കാം. The audience is waiting for Aradhana to dance, but there is no Aradhana on the stage. Where is she? Is she hiding? Is she sad, hurt or angry? Does she dance? അപ്പോൾ എന്താണ്, എല്ലാവരും വെയിറ്റ് ചെയ്യാണ്, എല്ലാവരും എക്സൈറ്റഡ് ആണ്. ആരാധനയുടെ ഡാൻസിനെ എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എല്ലാവർക്കും അവരുടെ ഡാൻസ് കാണാൻ തിടുക്കമായി. എല്ലാവരും പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുകയാണ്. ബട്ട് ദർ ഈസ് നോ ആരാധന ഓൺ ദ സ്റ്റേജ്. സ്റ്റേജിൽ ആരാധനയെ കാണാൻ സാധിക്കുന്നില്ല. അവരൊക്കെ ആരാധനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, പക്ഷെ ആരാധന സ്റ്റേജിലില്ല. വേർ ഈസ് ഷീ? എവിടെയാണ് ആരാധന ഉള്ളത്? അവൾ ഒളിച്ചിരിക്കുകയാണോ? ഈസ് ഷീ ഹൈഡിങ്? അവൾ ഒളിച്ചിരിക്കുകയാണോ? അല്ലെങ്കിൽ ഷീ സാഡ്, ഹേർട്ട് ഓർ ആംഗ്രി? അവൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും എന്താണ്, അവൾ ആരെങ്കിലും സങ്കടപ്പെടുത്തിയോ? അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന രീതിയിൽ, ദേഷ്യമുണ്ടോ? ഡസ് ഷീ ഡാൻസ്? അവൾ ഡാൻസ് കളിക്കുമോ എന്നുള്ള രീതിയിലാണ് ഈ ഒരു എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. Did she like the necklace? Asked my father as we slipped back into our seats. My mother nodded. The light dimmed and the announcer asked Srimati Kamala Devi to address the audience, and then it was time for Aradhana. My father pressed my hand and smiled at me. I did not look up. What's wrong? He suddenly asked me. Is something the matter? അപ്പോൾ എന്താണ്, ഡിഡ് ഷീ ലൈക്ക് ദ നെക്ലേസ് ആസ് മൈ ഫാദർ ആസ് വി സ്ലിപ്പ് ബാക്ക് ഇൻ ടു അവർ സീറ്റ്സ്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് അമ്മയോട്. അച്ഛനൊരു സംഭവം അറിയില്ല, ഇവിടെ നടന്ന ഒരു സംഭവം അച്ഛൻ അറിയില്ല. അവിടെ മകൾ ഈ ഒരു സത്യം അറിഞ്ഞുള്ള കാര്യമൊന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് അവൾക്ക് ഈ ഒരു നെക്ലേസ് നമ്മൾ കൊടുത്ത ആ ഒരു പ്രസൻസ്, നമ്മൾ കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് മകൾക്ക് ഇഷ്ടമായോ, അവൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ് അച്ഛന്. അവരെന്ത് ചെയ്തു? അവരുടെ സീറ്റിലേക്ക് പോയിരുന്നു. അവർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സീറ്റിൽ പോയിട്ട് അമ്മ ഇരുന്നു. മൈ മദർ നോഡഡ്. അമ്മ എന്ത് ചെയ്തു? ജസ്റ്റ് തലേന്ന് ആട്ടി. ദ ലൈറ്റ് ഡിംഡ് ആൻഡ് ദ അനൗൺസർ ആസ്ക്ഡ് ശ്രീമതി കമല ദേവി ടു അഡ്രസ് ദ ഓഡിയൻസ്. ലൈറ്റ് എന്ത് ചെയ്തു? ഡിം ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? ശ്രീമതി കമലാദേവിയാണ് എന്ത് ചെയ്യുന്നത്? അനൗൺസ് ചെയ്യുന്നത്. അവളോട് എന്ത് പറഞ്ഞു? അഡ്രസ്, ഓഡിയൻസിനെ വെൽക്കം ചെയ്യാൻ, അഡ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് ദെൻ ഇറ്റ് വാസ് ടൈം ഫോർ ആരാധന. വെൽക്കം എന്താണ്, ഓഡിയൻസിനെ വെൽക്കം ചെയ്തതിന് ശേഷം എന്താണ് നെക്സ്റ്റ് എന്താണ് നടക്കുന്നത്? ആരാധനയുടെ ഡാൻസ് ആണ് ഫസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇനോഗ്രൽ പ്രോഗ്രാം എന്ന് ഫസ്റ്റത്തെ പറയുന്നത് ആരാധനയുടെ ഡാൻസ് ആണ്. മൈ ഫാദർ പ്രസ് മൈ ഹാൻഡ് ആൻഡ് സ്മൈൽഡ് അറ്റ് മീ. എന്ത് ചെയ്തു? അച്ഛനും എൻ്റെ കൈ പിടിച്ച് എന്ത് ചെയ്തു? പ്രസ് ചെയ്തു. എന്നിട്ട് സ്മൈൽ ചെയ്തു, എന്നെ നോക്കി പുഞ്ചിരിച്ചു. ആര് പറയാണ്? സിമി പറയാണ്. ഐ ഡിഡ് നോട്ട് ലുക്ക് അപ്പ്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ നോക്കിയില്ല. വാട്ട്സ് റോങ്? ഹി സഡൻലി ആസ്ക്ഡ് മീ. ഈസ് സംതിങ് ദ മാറ്റർ? അച്ഛന് എന്തോ ഒരു സംശയം തോന്നി. എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ മാറ്റർ എന്ന് ചോദിക്കുകയാണ്. നത്തിങ്, ഐ മാനേജ് ടു സേ നത്തിങ്. ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെ ഇരുന്നു. I stand at the empty stage. To the left, a tabla player idly tapped his instrument. ഞാൻ എന്ത് ചെയ്തു? ആ
തുറിച്ചു നോക്കി. ആ ഒരു എം ടി സ്റ്റേജ് എന്ന് വെച്ചാൽ സ്റ്റേജിൽ ആരുമില്ല. അത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, തുറിച്ചു നോക്കി. ടു ദ ലെഫ്റ്റ് എ തബല പ്ലെയർ ഐഡ്ലി ടാപ്ഡ് ഹിസ് ഇൻസ്ട്രുമെൻ്റ്. അവിടെ ആരുണ്ടായിരുന്നു? തബല പ്ലെയർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അയാളുടെ ഇൻസ്ട്രുമെൻ്റ് പിടിച്ച് അയാൾ മാത്രമാണ് ആ ഒരു സ്റ്റേജിലുണ്ടായിരുന്നു. ആരെ കാണാൻ സാധിച്ചില്ല? ആരാധന സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ സെഡ് ദ വോയിസ് ഓവർ ദ ലൗഡ് സ്പീക്കർ, അവർ ഫസ്റ്റ് ഡാൻസ് ഈസ് ദ പുഷ്പാഞ്ജലി ബൈ ആരാധന നാരായൺ പ്ലീസ്. അപ്പോൾ അനൗൺസ് ചെയ്യുകയാണ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ത് ചെയ്യൂ, എല്ലാവരെയും വിളിക്കുകയാണ്. എല്ലാവർക്കും ഒരു അനൗൺസ്മെൻ്റ് ആണിത്. എന്ത് ചെയ്തു പറയാണ്, നമ്മുടെ ആദ്യത്തെ ഡാൻസ് എന്ന് പറയുന്നത് പുഷ്പാഞ്ജലിയാണ്. ആരാധന നാരായൺ ആണ് പെർഫോം ചെയ്യാൻ വരുന്നത്. എന്നിട്ട് ആരാധന നരൈൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ആരാധനയും നരൈനും സ്റ്റേജിലെത്താൻ വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റ് വന്നു. ദ പ്ലീസ് ഡിഡ് നോട്ട് സൗണ്ട് വെരി പ്ലസന്റ്. ദ സ്റ്റേജ് റിമെയിൻഡ് എംപ്റ്റി. അപ്പോൾ എന്ത് ചെയ്തു, എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ആരാധനയെ അവിടെ കാണാൻ സാധിച്ചില്ല. ആ ഒരു സ്റ്റേജ് എംപ്റ്റി ആയിരുന്നു. സ്റ്റേജിൽ ആരാധന എത്തിയിട്ടില്ല. A restless murmur ran through the audience. Sunita, what is the matter? My father tried to catch my mother's eye. അപ്പോൾ എന്താണ്, ഓഡിയൻസ് എല്ലാവരും എന്ത് ചെയ്തു, ഒരു മർമർ, എല്ലാവർക്കും എല്ലാവരും നെറ്റി എന്ന് വെച്ചാൽ അവർക്കൊക്കെ ആകെ കൺഫ്യൂസായി. എന്തുകൊണ്ടാണ് ആരാധന പെർഫോം ചെയ്യാൻ വരാത്ത എന്നുള്ള രീതിയിൽ ഒരു സംസാരം ആ സ്റ്റേജിൽ, ആ ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായി. സുനിത, വാട്ട്സ് ദ മാറ്റർ? എല്ലാവരും സുനിതയോട്, അമ്മയോട് ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം. മൈ ഫാദർ ട്രൈ ടു ക്യാച്ച് മൈ മദേഴ്സ് ഐസ്. അച്ഛൻ എന്ത് ചെയ്തു, എൻ്റെ അമ്മയുടെ കണ്ണ് ക്യാച്ച് ചെയ്യുന്ന വെച്ചാൽ അമ്മ അവിടെ ചിലപ്പോൾ അമ്മ കരയുന്നുണ്ടാവാം, അല്ലെങ്കിൽ അമ്മ വിഷമിച്ചിരിക്കുന്നുണ്ടാവാം. അച്ഛൻ എന്ത് ചെയ്തു, അമ്മയുടെ കണ്ണിലോട്ട് നോക്കി. My mother shook her head, her shoulders dropped, the seat seemed to swallow her. For the third time the announcer's voice rang out, impatient and almost threatening. Aradhana Narain. അപ്പോൾ എന്ത് ചെയ്തു, അമ്മ തല താഴ്ത്തിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഹെർ ഷോൾഡേഴ്സ് ഡ്രോപ്പ്, ദ സീറ്റ് സീം ടു സ്വാലോ ഹെർ. അവൾക്ക് അവിടെ നിന്ന് ഇരിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ്. എല്ലാവരും അവളോട് ചോദിക്കുകയാണ്, എവിടെയാണ് മകൾ, അവൾ എന്താ വരാത്ത എന്നുള്ള രീതിയിൽ എല്ലാവരും ചോദിക്കുന്ന സമയത്ത് ആരാധനയുടെ അമ്മയ്ക്ക്, സുനിതയ്ക്ക് എന്താണ് അതൊന്നും താങ്ങാൻ പറ്റിയില്ല. അവൾ തല താഴ്ത്തിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫോർ ദ തേർഡ് ടൈം, ഒരുപാട് തവണ വിളിച്ചു. ആൻഡ് ലാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, അനൗൺസർ വീണ്ടും വിളിക്കുകയാണ്. അവർക്ക് ഒരുപാട് വിളിച്ചിട്ട് ദേഷ്യം തോന്നുന്നു. അതുകൊണ്ട് അവർ ഇംപേഷ്യൻ ആൻഡ് ഓൾമോസ്റ്റ് ത്രെട്ടൻ. അവർക്ക് ഒരുപാട് ഒരു കുട്ടിയെ പെർഫോം ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് വന്നില്ലെങ്കിൽ വീണ്ടും വിളിക്കുന്ന സമയത്ത് അവർക്ക് ദേഷ്യം തോന്നും. ആ ഒരു രീതിയിലുള്ള ഒരു വോയിസ് ആയിരുന്നു ലാസ്റ്റ് വിളിക്കുന്ന സമയത്ത്. ആരാധന നരൈൻ അവർ ഒരുപാട് വിളിച്ചു. സൈലൻസ് ദാറ്റ് വേവ് ഡൗൺ ഓൺ മീ വിത്ത് സഫോക്കേറ്റിംഗ് ഫോഴ്സ്. ജസ്റ്റ് ദാൻ ദ ഡിസ്റ്റൻസ് സൗണ്ട് ഓഫ് gungroos, the sound of a rhythmical tap. A weak applause rose from the audience. The sound of gungroos grew louder. പക്ഷേ ഈ വിളിക്കുന്ന സമയത്ത്, ഈ ഒരു അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് സൈലൻസ് ആയിരുന്നു. സൈലൻസ് ദാറ്റ് വെയ്റ്റ് ഡൗൺ ഓൺ മീ വിത്ത് സഫോക്കേറ്റിംഗ് ഫോഴ്സ്. ആ ഒരു സമയത്ത് എനിക്ക് ആകെ ഒരു ടെൻഷൻ ആയിട്ട് ഫീൽ ചെയ്തു. കാരണം സ്റ്റേജിൽ ആരാധന വന്നിട്ടില്ല. എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ആരാധനയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ആരാധന വന്നിട്ടില്ല. ജസ്റ്റ് ആൻ ദ ഡിസ്റ്റൻസ് സൗണ്ട് ഓഫ് ഗുങ്കുറൂസ് എന്ന് വെച്ചാൽ ആ ഒരു ചിലങ്കയുടെ, അവൾ കാലിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ചിലങ്കയുടെ ശബ്ദമാണ് ഗുങ്കുറൂസ്. ദ സൗണ്ട് ഓഫ് എ റിത്തമിക്കൽ ടാപ്പ് എന്ന് വെച്ചാൽ ആ ഒരു ചിലങ്കയുടെ ശബ്ദം കേൾക്കാൻ സാധിച്ചു. എ വീക്ക് അപ്പലൈസ് റൂസ് ഫ്രം ദ ഓഡിയൻസ് എന്ന് വെച്ചാൽ എല്ലാവരും കൈയടിക്കാനൊക്കെ തുടങ്ങി. ഓഡിയൻസിന്, പ്രേക്ഷകർക്കൊക്കെ സന്തോഷമായി. ദ സൗണ്ട് ഓഫ് ഗുങ്കുറൂസ് ഗ്രൂ ലൗഡർ. എന്ത് ചെയ്തു, ആ ചിലങ്കയുടെ ശബ്ദം ഒന്നും കൂടി എന്ത് ചെയ്തു, ഹൈ ആയി, ലൗഡായി. ആ ശബ്ദം പെട്ടെന്ന് എല്ലാവരിലേക്കും എത്തിച്ചേർന്നു. ആ ഒരു ശബ്ദം, ചിലങ്കയുടെ ശബ്ദം. Tap, tap, tap. A tall, slim figure appeared in a turquoise dress falling in neat folds. മൈ സിസ്റ്റർ ആരാധന. ആ ഒരു ഇപ്പോൾ വർണ്ണിക്കുന്നത് ആ ഒരു ഡ്രസ്സിനെ കുറിച്ചാണ്. ആരാധന അണിഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രസ്സിനെ കുറിച്ചാണ്. സ്ലിം ഫിഗർ അപ്പിയർഡ് എന്ന് വെച്ചാൽ സ്ലിം ആയിട്ട് നല്ലൊരു ഫിഗറിൽ ആര് വന്നു, ആരാധന സ്റ്റേജിലോട്ട് വന്നു. അവരുടെ ഡ്രസ്സൊക്കെ നല്ല നീറ്റ് ഫോൾസ്, നേരത്തെ അവർ ശരിയാക്കി കൊടുത്ത ആ ഒരു നീറ്റ് ഫോൾ, ആ ഫോൾഡൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. മൈ സിസ്റ്റർ ആരാധന ഹെർ ഹാഡ് ഡ്രോൺ ബാക്ക് ഇൻ എ നീറ്റ് പ്ലേറ്റ്. അവളെ മുടിയൊക്കെ എന്ത് ചെയ്തു, ആ ഒരു നീറ്റിലുണ്ടായിരുന്നു. നേരത്തെ അവൾ ആ ഒരു എന്ത് ചെയ്തു, ആ ഒരു പൂക്കളൊക്കെ
കാര്യങ്ങളൊക്കെ അവൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അവളുടെ ഹെയറൊക്കെ നല്ല നീറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ദ കാജൽ അറൗണ്ട് ഹെർ ലാർജ് ആൽമോണ്ട് ഷേപ്ഡ് ഐസ് ഫോംഡ് എ നീറ്റ് ലൈൻ. അപ്പോൾ കരയുന്ന സമയത്ത് അവളുടെ കാജലൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ എന്താണ്, നല്ല കാജലൊക്കെ അവളുടെ കൺമഷിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ണിൽ എഴുതിയിട്ടുണ്ട്. She folded her hands over her breast, almost touching the small gold pendant of her delicate necklace. അപ്പോൾ എന്താണ്, അവൾ കൈ കൂപ്പുന്ന സമയത്ത്, അവൾ ആ ഒരു ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവളുടെ കൈ എന്ത് ചെയ്തിരുന്നു, അവിടെ കൈ അറിയാണ്ട് ആ ഒരു നെക്ലേസിൽ, അമ്മയും അച്ഛനും ഗിഫ്റ്റ് ചെയ്ത ആ ഒരു നെക്ലേസിൽ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. Her face was tense and pale, but slowly she relaxed as she fell into a fast combination of different mantras, her slender fingers ഫോമിങ് ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആൻഡ് ഡിസൈൻസ്. അപ്പോൾ ആ ഒരു നെക്ലേസിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഇച്ചിരി ധൈര്യം കൂടി കിട്ടിക്കാണും. അതുപോലെ തന്നെ അവളുടെ ഫേസിൽ ഒരു ലേശം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്ലോലി എന്ത് ചെയ്തു, പതുക്കെ അത് മാറി. എന്ന് വെച്ചാൽ അവൾ ആ ഒരു മന്ത്രയിൽ അലിഞ്ഞു പോയി, അല്ലെങ്കിൽ ആ ഒരു ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവൾ അതൊക്കെ മറന്നു, ആ ഒരു ടെൻഷനൊക്കെ മറന്നു. അവൾ നല്ല രീതിയിൽ തന്നെ ഡാൻസ് ചെയ്തു. ഫിംഗേഴ്സ് ഫോമിങ് ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആൻഡ് ഡിസൈൻസ്. അവൾ എന്ത് ചെയ്തു, നല്ല സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡാൻസ് തന്നെ അവൾ പെർഫോം ചെയ്തു. ഷി ഡാൻസ് നോട്ട് ഫോർ ഹെർ ടീച്ചർ, നോട്ട് ഫോർ ദ ഓഡിയൻസ്, ഷി ഡാൻസ് ഫോർ വൺ പേഴ്സൺ ഓൺലി, ഹൂ ഫോളോഡ് എവറി സിംഗിൾ മൂവ്മെൻറ്റ് ഓഫ് ഹേഴ്സ് വിത്ത് ബ്രൈറ്റ് ബേണിംഗ് ഐസ് അവർ മദർ. അപ്പോൾ എന്താണ്, അവൾ ഡാൻസ് ചെയ്തത് അവളുടെ ടീച്ചർക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും അല്ല. അവൾ ഡാൻസ് ചെയ്തത് ഒരേ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? എല്ലാത്തിലും എല്ലാ സമയത്തും കൂടെ നിൽക്കുന്ന, അവളുടെ സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും കൂടെ നിൽക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ ഡാൻസ് കളിച്ചത്. ഈ ഒരു ഡാൻസ് പെർഫോമൻസ് അവൾ സ്റ്റേജിൽ കളിച്ചതെന്ന് പറയുന്നു. ഓഡിയൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടോ അല്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാൻസ് പെർഫോമൻസ് ചേച്ചി കളിച്ചതെന്നാണ് സിമി പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് സിമി നറേറ്റ് ചെയ്യാണ്, സിമി എഴുതിയാണ് അവളുടെ ചേച്ചിയുടെ ഒരു സ്റ്റോറി, ഒരു ദിവസത്തെ ഒരു സ്റ്റോറിയാണ്. അതായത് ഈ ഒരു ചേച്ചി ദത്തെടുത്തതാണെന്ന് അറിയുന്ന ഒരു സത്യവും, ആ സത്യം അറിയാനുള്ള അവളുടെ ഒരു അവളുടെ ഒരു തിടുക്കം, അല്ലെങ്കിൽ ആ ഒരു വിഷമവും കാര്യങ്ങളും എല്ലാമാണ് ഈ ഒരു, അതുപോലെ തന്നെ അമ്മയുടെ ഒരു സ്നേഹവും, ഒരു മകളോടുള്ള ഒരു സ്നേഹവും, ദത്തെടുത്തതാണെങ്കിൽ പോലും അമ്മ ഒരുപാട് ആരാധനയെ സ്നേഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റോറിയിൽ ആരാണ് സിമി ചേച്ചിയെക്കുറിച്ചുള്ള ഒരു സ്റ്റോറി നറേറ്റ് ചെയ്ത് അവളുടെ ഒരു വ്യൂ ഓഫ് പോയിന്റിൽ, അവളുടെ ഒരു സങ്കല്പത്തിൽ, എന്ന് വെച്ചാൽ അവളുടെ ഒരു രീതിയിൽ അവൾ ഇത് നറേറ്റ് ചെയ്തിട്ട് പറയുന്ന ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി ഇവിടെ കഴിഞ്ഞു.